Hello everyone, welcome to a new session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള BEd സെക്കൻഡ് സെമസ്റ്റർ പേപ്പറിലെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ടോപ്പിക്സിന് നമ്മൾ ഇന്ന് വീണ്ടും ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇതൊരു എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ സെഷൻ ആണ്. നിങ്ങൾക്ക് എക്സാമിന്റെ മുന്നേ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കാവുന്ന കുറച്ച്, എന്തായാലും പഠിച്ചിട്ട് പോവേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു സെഷനിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം 5 ചാപ്റ്റേഴ്സ് ആണ് സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിൽ ഉള്ളത്. ഇതിലെ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ യൂണിറ്റ് 1 ആണ് സ്കൂൾ മാനേജ്മെന്റ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അതിലുള്ള പ്രധാനമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. ഓക്കെ, സോ മാനേജ്മെന്റിന്റെ കൺസെപ്റ്റ്, മാനേജ്മെന്റിന്റെ മീനിങ്, ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, സ്കോപ്പ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ്, ഇതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. എസ്സേ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. സോ വാട്ട് ഇസ് എ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ്? എന്താണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് അല്ലെ? ഇപ്പൊ സ്കൂളിലാണെങ്കിലും കോളേജസിലാണെങ്കിലും ശരി, ഒരു സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും, ഒരു ഓർഗനൈസേഷന്റെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് മാനേജ്മെന്റ് ആയിരിക്കും. സോ മാനേജ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഇറ്റാലിയൻ വേർഡ് എന്നാണ് ക്രിയേറ്റ് ആയി വന്നിട്ടുള്ളത്. ആ ഇറ്റാലിയൻ വേർഡ് ആണ് മാനേജിയർ, വിച്ച് മീൻസ് ഹാൻഡ്ലിംഗ് പീപ്പിൾസ് ഓർ ടൂൾസ് അല്ലെ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ നമുക്കറിയാം ഒരുപാട് പീപ്പിൾസ് ഉണ്ടായിരിക്കും, ഒരുപാട് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടായിരിക്കും. സോ ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് മാനേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡിന്റെ അർത്ഥം. The concept has been expounded by Peter F. Drucker. പീറ്റർ എഫ് ഡ്രക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് എക്സ്പൗണ്ട് ചെയ്തത് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം മാനേജ്മെന്റ് എന്നുള്ളതാണ് ഇവിടെ ഇനി ഒരു ക്വാർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഡൈനാമിക് പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി പ്ലാനിങ് ദ ഹ്യൂമൻ ആൻഡ് ഫിസിക്കൽ റിസോഴ്സസ് ഓഫ് എൻ ഓർഗനൈസേഷൻ, എഫിഷ്യന്റ്ലി ഇന്റഗ്രേറ്റിംഗ് എവറി സബ് യൂണിറ്റ് ഇൻ ഇറ്റ് ആൻഡ് മേക്കിംഗ് ദ ഹോൾ സിസ്റ്റം ഫംഗ്ഷൻ എഫക്റ്റീവ്ലി. അതായത് ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ അവിടെ ഫിസിക്കൽ റിസോഴ്സ് ഉണ്ടായിരിക്കും, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ രണ്ട് റിസോഴ്സസിനെയും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഇവരെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ഈച്ച് ആൻഡ് എവറി സബ് യൂണിറ്റിനെയും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഹോൾ സിസ്റ്റത്തിനെ വളരെ എഫക്റ്റീവ് ആയിട്ട് റൺ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ കൺസെപ്റ്റ്. അതും ഒരുപാട് ടാർഗറ്റ്സ് ഉണ്ടായിരിക്കും മാനേജ്മെന്റിന്, ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഈ ഒബ്ജക്റ്റീവ്സിനെ എല്ലാം അവർക്ക് ഏറ്റവും ഒപ്റ്റിമൽ കോസ്റ്റിൽ അച്ചീവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളത് തന്നെയാണ്. എസ്സേ ആവുമ്പോൾ നമുക്കറിയാം കൺസെപ്റ്റ് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എഴുതാവുന്ന നെക്സ്റ്റ് ടോപ്പിക് ആണ് മീനിങ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. It refers to all the tasks and activities undertaken by the people in the organization for the successful achievement of goals and targets. ഈ ഓർഗനൈസേഷന്റെ അച്ചീവ് ചെയ്യേണ്ട എല്ലാ ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ഥാപനത്തിലുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യും? ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടി വരും, ഒരുപാട് ടാസ്കുകൾ ചെയ്യേണ്ടി വരും. ഒരു സിസ്റ്റം ആവുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും? ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു മോട്ടീവ് നമ്മുടെ മൈൻഡിലുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു ഗോൾ നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ട കാര്യം എന്താണ്? പ്ലാനിങ് വേണം അല്ലെ. ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, വ്യക്തമായിട്ടുള്ള ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം അവർ ചെയ്യേണ്ട കാര്യം ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്ലാനിങ് ചെയ്തതിന് ശേഷം എന്താണ്? ഓർഗനൈസ് ചെയ്യേണ്ടി വരും അല്ലെ. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം
ഒത്തൊരുമിച്ച് കൂട്ടിക്കൊണ്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി കഴിയണം. പിന്നീട് വരുന്ന ഒരു സ്റ്റെപ്പാണ് ലീഡിങ്, അല്ലെ? നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ എല്ലാം പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്ത് ഇവരെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ മാനേജ്മെന്റിന് സാധിക്കണം. നെക്സ്റ്റ് ഇസ് മോണിറ്ററിങ്. ഫിസിക്കലി മോണിറ്റർ ചെയ്യണം, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള സൂപ്പർവിഷൻ ചെയ്യുക എന്നുള്ളത് മാനേജ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ എല്ലാം പ്രോപ്പർ ആയിട്ട് ഡീല് ചെയ്യുമ്പോഴാണ് മാനേജ്മെന്റിന്റെ ഗോൾസ് ആൻഡ് ടാർഗറ്റ്സിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കിതിനെ സം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഇന്റഗ്രേറ്റ്സ് വേരിയസ് കാറ്റഗറീസ് ഓഫ് പേഴ്സണൽ ഗ്രൂപ്പ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് എബിലിറ്റീസ് ആൻഡ് സ്കിൽസ്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതിൽ പല ആളുകളുടെയും ഡിഫറെന്റ് എബിലിറ്റീസിനെയും സ്കില്ലിനെയും എല്ലാം കൂട്ടി യോജിച്ചുകൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് കൺട്രോൾ ആൻഡ് ഡയറക്ട്സ് ദ പ്രോസസ് വിത്ത് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ടുഗെദർ. ഒരു ഓർഗനൈസേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ്, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, ഇവരൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ്, അല്ലെ? എന്താ ഫിസിക്കൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്ന ആ ബിൽഡിങ്സ്, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവർക്ക് ബാക്കി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ്, ഇതൊക്കെയാണ് ഫിസിക്കൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ. സോ ഈ രണ്ട് ആസ്പെക്ട്സിനെയും ഒരുമിച്ച് കൺട്രോൾ ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു മാനേജ്മെന്റിനെ എഫക്റ്റീവ് ആയിട്ട് റൺ ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. ഫങ്ഷൻ എഫിഷ്യന്റ്ലി ആൻഡ് അച്ചീവ്സ് ഹൈ ഔട്ട്പുട്ട്. നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകാൻ മാനേജ്മെന്റിന് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു ഹൈ ഔട്ട്പുട്ട് തന്നെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. Okay, that is about meaning of management. Coming to the next very important topic, definition of management. Management in ഒരുപാട് എക്സ്പേർട്സ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എക്സ്പേർട്ട് ആണ് ജെയിംസ് എൽ ലണ്ടി. അക്കോർഡിംഗ് ടു ജെയിംസ്, it is a task of planning, coordinating, motivating and controlling the efforts of others towards specific objects. ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പേർട്ടിന്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്ലാനിങ് ആണ്, അല്ലെ? പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങും കോർഡിനേറ്റിങ്ങും ഒരു മോട്ടിവേഷനും മറ്റുള്ളവരുടെ എഫേർട്സിനെ കൺട്രോൾ ചെയ്യൽ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടി യോജിച്ചു കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് മാനേജ്മെന്റിന് അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനെ, ടാർഗറ്റ്സിന്, ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പേർട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മാനേജ്മെന്റിന്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു എഫ് ഡ്രക്കർ, it is a multi-purpose organ that manages workers and work. മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു സിംഗിൾ പേർപ്പസ് ഓർഗൻ അല്ല, അല്ലെ? ഒരു കാര്യം മാത്രം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ അതൊരു പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് അല്ല. മൾട്ടി പർപ്പസ് ആയിട്ട് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സിസ്റ്റം ആണ് എന്ത്? മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഒരു മാനേജ്മെന്റ് ആകുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെയും അവർക്ക് അവിടെ ചെയ്യാനുള്ള വർക്കിനെയും ഒരുപോലെ മാനേജ് ചെയ്യേണ്ട ഒരു സിസ്റ്റം ആണ് മാനേജ്മെന്റ് എന്നാണ് എഫ് ഡ്രക്കർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ഹാരോൾഡ് കൂൺസ്, ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് കാര്യങ്ങൾ, അല്ലെ, ആളുകളെ യൂസ് ചെയ്തുകൊണ്ട് വിത്ത് പീപ്പിൾ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് പീപ്പിൾ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിന് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന പീപ്പിൾസിന്റെ സഹായത്തോടു കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ആർക്ക്? മാനേജ്മെന്റിന് എന്നാണ് ഹാരോൾഡ് കൂൺസ് പറയുന്നത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു JD മൂണി ആൻഡ് AC റെയ്ലി, ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഡയറക്റ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് പീപ്പിൾ. ഒരു നല്ല മാനേജ്മെന്റ് ആവണമെങ്കിൽ ആളുകളെ ഡയറക്റ്റ് ചെയ്യാനും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനും കഴിയുന്നതായിരിക്കണം എന്നാണ് JD മൂണി പറഞ്ഞിട്ടുള്ളത്. സോ ഇതെല്ലാം ഡിഫറെന്റ് എക്സ്പേർട്സിന്റെ ഡെഫിനിഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഈ നാല് എക്സ്പേർട്സിന്റെയും ഡെഫിനിഷൻസ് നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണം. ഡെഫിനിഷൻസ് ഒരിക്കലും നമുക്ക് നമ്മുടെ ഭാഷയിൽ എഴുതാൻ വേണ്ടി സാധിക്കില്ല. അവരെങ്ങനെയാണോ ഡിഫൈൻ ചെയ്തത് അത് അങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട്
പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാനേജ്മെന്റിന് ഉള്ളത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഇസ് ആൻ ആക്ടിവിറ്റി അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെയും നോൺ ഹ്യൂമൻ റിസോഴ്സസിനെയും വളരെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് റൺ ചെയ്തു പോകുന്നതായിരിക്കണം ഒരു മാനേജ്മെന്റ്. സോ ഇതൊരു ആക്ടിവിറ്റിയാണ്. നെക്സ്റ്റ്, ഇറ്റ്സ് എ പേർപ്പസ്ഫുൾ ആക്ടിവിറ്റി. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ടാർഗറ്റ്സ് ആർക്കുണ്ട്? മാനേജ്മെന്റിനുണ്ട് അല്ലെ. അവര് വെറുതെ വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോകുന്നവരല്ല. ഒരു മാനേജ്മെന്റ് ആവുമ്പോൾ ആ ഒരു സ്ഥാപനത്തിനെ കുറിച്ചിട്ട് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വീക്ഷണം അവർക്ക് ഉണ്ടായിരിക്കും. അവർക്ക് അച്ചീവ് ചെയ്യേണ്ട ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റ്സ് വളരെ പ്രോപ്പർ ആയിട്ട് അവർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പേർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്. നമുക്കറിയാം, മാനേജ്മെന്റ് ആവുമ്പോൾ ഒരുപാട് ആളുകളുമായിട്ട് ഡീല് ചെയ്യേണ്ടി വരും. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് വർക്ക്സ് അലൊക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് നന്നായിട്ട് വരും. ഒരുപാട് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യേണ്ടി വരും. പല ആളുകളെയും മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതൊരു സോഷ്യൽ പ്രോസസ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഈസ് ബോത്ത് എ സയൻസ് ആൻഡ് ആൻ ആർട്ട്. മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും തിയറിറ്റിക്കൽ നോളേജ് മാത്രം അറിഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സംഭവമല്ല. തിയറിറ്റിക്കൽ നോളേജ് എന്തായാലും വേണം, അത് അത്യാവശ്യമാണ്. പക്ഷെ അത് പ്രാക്ടിക്കലി എങ്ങനെ അപ്ലിക്കബിൾ ആക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്കൂളിനെ കുറിച്ച് അല്ലെങ്കിൽ ഓർഗനൈസേഷനെ കുറിച്ച് അറിയാവുന്ന തിയറിറ്റിക്കൽ നോളേജസിനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാനും സപ്ലിമെന്റ് ചെയ്യാനും ആരെ കൊണ്ട് സാധിക്കണം? മാനേജ്മെന്റിനെ കൊണ്ട് സാധിക്കണം. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ സയൻസ് ആൻഡ് ആർട്ട് എന്ന് പറയുന്നത്. Next is, it is associated with efforts of a group. ഒരു മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യണമെങ്കിൽ മാനേജ്മെന്റിന്റെ കീഴിൽ ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യണം അല്ലെ. സോ ഒരു നല്ല മാനേജ്മെന്റ് ആണെങ്കിൽ അവർക്ക് അവരുടെ കീഴിലുള്ള എംപ്ലോയീസിനെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കണം അല്ലെ. ആൻഡ് ഇൻക്രീസസ് ദെയർ വില്ലിംഗ്നെസ് ടു വർക്ക്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം അത് എന്റെ കൂടെ ഒരു സ്ഥാപനമാണ്, ഞാൻ ഈ ഒരു സ്ഥാപനത്തിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ് എന്ന് എല്ലാ എംപ്ലോയീസിനും തോന്നാനും ആ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമാണ് 100% എഫിഷ്യന്റ് ആയിട്ട് ഓരോ എംപ്ലോയിക്കും വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ നല്ലൊരു മാനേജ്മെന്റിന് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഓക്കെ, ഇത്രയൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രേറ്റിംഗ് പ്രോസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഒരുപാട് കാര്യങ്ങൾ കൂടി യോജിക്കുമ്പോഴാണ് മാനേജ്മെന്റ് സക്സസ്ഫുൾ ആവുകയുള്ളൂ. സോ ഇറ്റ് ഇന്റഗ്രേറ്റ്സ് ദ മെൻ, മെഷീൻ ആൻഡ് മെറ്റീരിയൽ. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെയും മെഷീനറീസ്, ബാക്കി മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ്, ഇതിനെയെല്ലാം പ്രോപ്പർ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് റൺ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് മാനേജ്മെന്റ് സക്സസ്ഫുൾ ആവുകയുള്ളൂ. മാനേജ്മെന്റ് എയിംസ് അറ്റ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. നമുക്കറിയാം, ഏതൊരു മാനേജ്മെന്റും എപ്പോഴും ശ്രദ്ധിക്കുക, വളരെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ, ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് എത്രയുണ്ടോ അത് ഉള്ള ആ ഒരു കണക്ക് പ്രകാരം അതിനെ ഒപ്റ്റിമം ആയിട്ട് യൂസ് ചെയ്യുക. അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ മാക്സിമം യൂസ് ചെയ്യുക. അപ്പൊ അവൈലബിലിറ്റി എന്താണോ അത് യൂസ് ചെയ്തുകൊണ്ട് ഒരു മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റിലോട്ടാണ് എപ്പോഴും മാനേജ്മെന്റ് എയിം ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോഴാണ് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ അല്ലെ. അല്ലാതെ ഒരുപാട് ഒരു 100 കുട്ടികൾ പഠിക്കുന്ന സ്കൂളില് 50 ടീച്ചേഴ്സിന്റെ ആവശ്യമുണ്ടോ? ശരിക്കും ഇല്ല. അപ്പോ അവരുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഒപ്റ്റിമൽ യൂസേജ് ഓഫ് ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ റിസോഴ്സ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്ക് പ്രോഫിറ്റ് ആ ഒരു സ്ഥാപനത്തിന് ഉണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ് ഇസ് മാനേജ്മെന്റ് ഇസ് എ പ്രൊഫഷൻ. ഇപ്പൊ നമ്മുടെ മോഡേൺ ഡേയ്സിൽ മാനേജ്മെന്റും ഒരു പ്രൊഫഷൻ ആണ് അല്ലെ. വേറെ ഏതൊരു പ്രൊഫഷനെ വെച്ച് കമ്പയർ ചെയ്യുന്ന പോലെ തന്നെ മാനേജ്മെന്റ് ഇസ് ഓൾസോ എ പ്രൊഫഷൻ. അപ്പൊ കാരണം മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്നതും ഒരുപാട് ഡെഫിനറ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും തിയറീസ് എല്ലാം വെച്ചുകൊണ്ടാണ് ഒരു മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് വേറൊരു പ്രൊഫഷനെ പോലെ തന്നെ മാനേജ്മെന്റിനെയും ഇപ്പൊ നമുക്കൊരു പ്രൊഫഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. മാനേജ്മെന്റ് ഇസ് എ യൂണിവേഴ്സൽ ആക്ടിവിറ്റി, ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് ദ പീപ്പിൾ അല്ലെ. ആളുകളിലൂടെ, ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്റെ ടാർഗറ്റ്സിനെ അച്ചീവ് ചെയ്ത് എടുക്കുകയാണ് ആര് ചെയ്യുന്നത്? മാനേജ്മെന്റ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നമ്മൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ കൺസെപ്റ്റും മീനിങ്ങും നമ്മൾ പറഞ്ഞു. ആ സെയിം കാര്യങ്ങൾ ഒന്നുകൂടി ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ KC ഒട്ടാവയുടെ ആ ഒരു എക്സ്പ്ലനേഷനും കൂടെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. ദ സ്കൂൾ മേ ബി റിഗാർഡഡ് ആസ് എ സോഷ്യൽ ഇൻവെൻഷൻ ടു സെർവ് സൊസൈറ്റി ഫോർ ദ സ്പെഷ്യലൈസ്ഡ് ടീച്ചിങ് ഓഫ് ദ യങ്. നമ്മുടെ യുവത്വത്തെ അല്ലെ, നമ്മുടെ സമൂഹത്തിലുള്ള യുവത്വത്തെ എന്താണ്, അവരെ സെർവ് ചെയ്യാനും അവർക്ക് നല്ലൊരു ഭാവി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് സ്കൂൾ എന്നാണ് KC ഒട്ടാവെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഇനി എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്കോപ്പ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ കണ്ടിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെന്റിന്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒരു സ്കൂൾ മാനേജ്മെന്റ്, ഒരു മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഹ്യൂമൻ എക്യുപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. എന്തൊക്കെയാണ് ഒരു സ്കൂളിലുള്ള ഹ്യൂമൻ എക്യുപ്മെന്റ്സ്? അവിടെയുള്ള ഹെഡ് മാസ്റ്റേഴ്സ്, ടീച്ചിങ് സ്റ്റാഫ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് എല്ലാം ആ ഒരു സ്കൂളിലെ എന്താണ്, ഹ്യൂമൻ എക്യുപ്മെന്റ് ആണ്. ഇനി വാട്ട് ആർ ദ മെറ്റീരിയൽ എക്യുപ്മെന്റ്? ആ ഒരു സ്കൂള് റൺ ചെയ്യുന്ന ബിൽഡിംഗ് അല്ലെങ്കിൽ അവരുടെ ഫർണിച്ചേഴ്സ്, ലബോറട്ടറീസ്, കമ്പ്യൂട്ടർ ലാബ്സ്, ലൈബ്രറി, മ്യൂസിയം, ആർട്ട് ഗാലറി, ഇതെല്ലാം എന്താണ്, ഇതെല്ലാമാണ് മെറ്റീരിയൽ എക്യുപ്മെന്റിൽ വരുന്ന കാര്യങ്ങൾ. ഇനി ഒരു നല്ല സ്കൂൾ മാനേജ്മെന്റ് ആവുമ്പോൾ ദേ ഹാവ് ടു പ്രിപ്പയർ എ കരിക്കുലം ഫോർ ഡിഫറെന്റ് ക്ലാസ്സസ്. ഓരോ ക്ലാസ്സസിനും ഡിഫറെന്റ് ആയിട്ടുള്ള കരിക്കുലം ഉണ്ടായിരിക്കും അല്ലെ. ഗ്രേഡ് 1ന്റെ കരിക്കുലം ആയിരിക്കില്ല ഗ്രേഡ് 6ന് ഉണ്ടായിരിക്കുക. സോ ക്ലാസ് മാറുന്നതിനനുസരിച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കരിക്കുലം പ്രിപ്പയർ ചെയ്യണം. ഓർഗനൈസിംഗ് കോ കരിക്കുലർ പ്രോഗ്രാംസ്, ഡെഫിനറ്റ്ലി ഒരു സ്കൂൾ ആവുമ്പോൾ കരിക്കുലർ ആക്ടിവിറ്റീസ് മാത്രം ഉണ്ടായാൽ മതിയോ? കോ കരിക്കുലർ പ്രോഗ്രാംസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ അവരുടെ ആർട്സ്, സ്പോർട്സ്, കലോത്സവം, ഇതെല്ലാം കോ കരിക്കുലർ പ്രോഗ്രാംസിൽ വരുന്നതാണ്. സയൻസ് എക്സിബിഷൻസ്, ഇതൊക്കെ. നെക്സ്റ്റ്, പ്രിപ്പയറിംഗ് ടൈം ടേബിൾ, മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ, ഓർഗനൈസേഷൻ ഓഫ് ലൈബ്രറി, മ്യൂസിയം, ഇതെല്ലാം ഒരു സ്കൂൾ മാനേജ്മെന്റിന്റെ സ്കോപ്പാണ്. ഇവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗങ്ങളാണ്. പിന്നെ നമുക്കറിയാം ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെ, ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാം. മെയിൻറ്റെയിനിങ് ദ സ്കൂൾ റെക്കോർഡ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെയും സ്റ്റാഫ്സിന്റെയും റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ പ്രൊവൈഡിങ് വേരിയസ് മിഡ് ഡേ മീൽസ്, സ്കൂൾ യൂണിഫോം, ടെക്സ്റ്റ് ബുക്സ് പ്രൊവൈഡ് ചെയ്യുക, സ്കൂൾ വർക്ക് സൂപ്പർവൈസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇവാലുവേഷൻ ഓഫ് പീപ്പിൾ അച്ചീവ്മെന്റ് അല്ലെ, നമ്മുടെ കുട്ടികളുടെ അച്ചീവ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഓരോ മാനേജ്മെന്റും ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ ഫിനാൻസിങ്, സ്കൂളിന്റെ ഫിനാൻസിങ്, ബഡ്ജറ്റിംഗ് കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഒരു സ്കൂൾ മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു ദ വെരി ഇമ്പോർട്ടന്റ് നെക്സ്റ്റ് ടോപ്പിക് ആണ് പ്ലാനിങ്. നമ്മൾ പറഞ്ഞു ഒരു മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിലാണ്? അവർക്ക് ഒരുപാട് അൾട്ടിമേറ്റ് ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. സോ ഇങ്ങനെയുള്ള ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്രോപ്പർ ആയിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് മാനേജ്മെന്റിന്റെ ഗോൾസ് ആൻഡ് ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം വരുന്ന ഒരു സ്റ്റെപ്പാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇൻവോൾവ്സ് വർക്കിംഗ് ഔട്ട് എ ബ്രോഡ് ഔട്ട്ലൈൻ ഓഫ് ദ ആക്ടിവിറ്റീസ് ദാറ്റ് നീഡ് ടു ബി ഡൺ ടു അക്കംപ്ലിഷ് ദ പർപ്പസ് സെറ്റ് ഓഫ് ദ സ്കൂൾ ഓർ ഓർഗനൈസേഷൻ. ഒരു സ്കൂൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എന്തൊക്കെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ബ്രോഡ് ഔട്ട്ലൈൻ ആദ്യമേ തന്നെ ആ ഒരു മാനേജ്മെന്റിന്റെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, പ്ലാൻസ് ആർ പ്രിപ്പയർഡ് അറ്റ് ദ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ലെവൽസ് ഓൾസോ. അതായത് ഈ പ്ലാനിങ് എന്ന് പറയുന്നത് ഇപ്പോ ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാത്തിലും പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ടാർഗറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് മാനേജ്മെന്റ് ആദ്യം തന്നെ ഔട്ട്ലൈൻ ചെയ്യും. ഓക്കെ, അവര് ഒരു വ്യക്തത വരുത്തും. ഇനി ഈ ഒരു പ്ലാന്, ഈ ഒരു ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റിസോഴ്സസ് ഇവർക്ക് അവൈലബിൾ ആയിട്ട് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടും, എത്ര ടൈം നമുക്ക് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എടുക്കും, അതുപോലെ തന്നെ ഈ ഒരു ഗോളിലോട്ട് എത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ ആദ്യം അനലൈസ് ചെയ്യുന്നതായിരിക്കും മാനേജ്മെന്റ്. നെക്സ്റ്റ് ഈസ് കമ്മിങ് ടു ഓർഗനൈസിങ് അല്ലെ. ഒരു പ്ലാൻ പ്രോപ്പർ ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഓർഗനൈസ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്യൂട്ടബിൾ പേഴ്സൺസിനെ
നമ്മൾ ഓർഗനൈസ് ചെയ്യാം. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം എന്താണ് പ്രോപ്പർ ആയിട്ട് ഉണ്ടെങ്കിൽ ഇതിനെയെല്ലാം ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. Okay, and it involves a proper formal structure of authority through which works of the divisions are arranged, defined, coordinated for defined objective. Target achieve ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് അലൊക്കേഷൻ നടക്കുന്നതായിരിക്കും. അത് വർക്ക് പ്രോപ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും. പിന്നെ എന്തൊക്കെ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രോഗ്രാംസ് നമുക്ക് കണ്ടക്ട് ചെയ്യണം, എന്തൊക്കെ ഈ പ്രോഗ്രാംസ് നടക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും, അത് ആ ഡെഫിനിറ്റ് പേഴ്സൺ അലക്കേറ്റ് ചെയ്യുക. അതോറിറ്റി, ഡെലിഗേഷൻ ഓഫ് ദ അതോറിറ്റി, ഡ്യൂട്ടീസിന് എന്താണ് ഡെലിഗേറ്റ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഓർഗനൈസേഷനിൽ വരുന്നത്. ഓക്കെ, ഈ പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ പ്ലാനിങ് ഓർഗനൈസേഷൻ മാത്രം ചോദിച്ചിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് കൺട്രോളിങ്. നമുക്കറിയാം നമ്മളൊരു ടാർഗറ്റിലോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പെർഫോമൻസിനെ മെഷർ ചെയ്യേണ്ടി വരും, സ്റ്റാഫ്സിന്റെ പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യേണ്ടി വരും. ഇൻ കേസ് അവർ ആ ഒരു ടാർഗറ്റിൽ നിന്നും മാറി പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കറക്റ്റീവ് മെഷേഴ്സ് ആൻഡ് ആക്ഷൻസ് ഒക്കെ എടുക്കേണ്ടി വരും അല്ലെ. സോ നമ്മൾ നമ്മുടെ ആക്ച്വൽ പ്ലാൻ വഴി തന്നെയാണോ പോകുന്നത്, എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റേജിലായിരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. സ്റ്റാഫ്സിന്റെ പെർഫോമൻസിനെ എല്ലാം ഇവിടെ ഒബ്സർവ് ചെയ്യും. അവർക്ക് അതിന് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റാഫ്സ് ആണെങ്കിൽ ഇൻസെന്റീവ്സും, ഇല്ല പെർഫോമൻസ് കുറച്ച് മോശമാണെങ്കിൽ ഇൻസെന്റീവ്സും എല്ലാം ഇവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഇസ് കമ്മിങ് ടു ഡയറക്ഷൻ. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് സുപ്പീരിയർ, സബോർഡിനേറ്റ് ആൻഡ് ഈക്വൽസ് ഇസ് എസെൻഷ്യൽ. നമുക്കറിയാം ഒരു മാനേജ്മെന്റിന് വളരെ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. തന്റെ സബോർഡിനേറ്റ്സുമായിട്ടും സുപ്പീരിയേഴ്സുമായിട്ടൊക്കെ വളരെ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്സ് ഒരു തരത്തിലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് നമ്മുടെ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുക. സോ എംപ്ലോയീസിന് വളരെ ലൈക്ക് അവർ വർക്ക് ചെയ്യുന്നതിൽ വളരെ സാറ്റിസ്ഫാക്ഷനും ഒരു ഇൻവോൾവ്മെന്റും എല്ലാം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഡയറക്റ്റ് ചെയ്യാൻ മാനേജ്മെന്റിനെ കൊണ്ട് സാധിക്കണം. നെക്സ്റ്റ് ഇസ് കോർഡിനേറ്റിംഗ് അല്ലെ. നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകളെയും മെറ്റീരിയൽസിനെയും ഐഡിയാസിനെയും എല്ലാം എന്താണ് പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചില സമയങ്ങളിൽ ആളുകളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യം ആയിരിക്കില്ല, ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ഓരോ ആളുകളും ഓരോ പോലെയാണ് അല്ലെ. സോ ഒരു മാനേജ്മെന്റ് ആവുമ്പോൾ എല്ലാ ആളുകളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുക, എല്ലാവരെയും ഒരുപോലെ മാനേജ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ആ ഒരു ടീമിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയീസിന്റെ ഇടയിൽ നല്ലൊരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാനും ഒരു ടീം സ്പിരിറ്റ് ജനറേറ്റ് ചെയ്യാനും മാനേജ്മെന്റിനെ കൊണ്ട് സാധിക്കും. ഓക്കെ, ഫൈനലി ഇവാലുവേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് അല്ലെ. നമ്മൾ നമ്മുടെ ടാർഗറ്റിലോട്ട് എത്തിയിട്ടുണ്ടോ, നമുക്ക് സക്സസ് ആയിരുന്നോ ഫെയിലിയർ ആയിരുന്നോ, നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇവാലുവേഷനിൽ വരുന്നതാണ് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു ഇവാലുവേഷൻ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഫ്യൂച്ചറിൽ നമുക്ക് ഇനി വരുന്ന ആക്ടിവിറ്റീസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്ന പ്ലാൻസിനെയൊക്കെ നമുക്ക് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് നടത്തി കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. സോ ഇവാലുവേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക് ആണ് റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഒരു മാനേജ്മെന്റിന്റെ അണ്ടറിൽ 3 ടൈപ്പ് ഓഫ് റിസോഴ്സ് ആയിരിക്കും ഉണ്ടാവുക: ഹ്യൂമൻ റിസോഴ്സസ്, മെറ്റീരിയൽ റിസോഴ്സസ് ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഓക്കെ, അതിൽ തന്നെ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, ടീച്ചേഴ്സ് ആണ് അല്ലെ. ഒരു സ്കൂളിന്റെ ഏറ്റവും ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് തന്നെയായിരിക്കും. ആൻഡ് നമുക്കൊരു നല്ല എഫക്റ്റീവ് ആയിട്ട് ഒരു സ്കൂൾ റൺ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നല്ല രീതിയിലുള്ള ടീച്ചേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യണം. വളരെ ഇനഫ് ആയിട്ടുള്ള ട്രെയിനിങ്സും അതുപോലെ തന്നെ കോകരിക്കുലാർ ആക്ടിവിറ്റീസ് എല്ലാം ഓർഗനൈസ് ചെയ്യാനുള്ള ഏബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സിനെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ സ്ഥാപനത്തിൽ ഹയർ ചെയ്യേണ്ടത് അല്ലെ. എഫിഷ്യൻസി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ക്യാൻ ബി ഫർദർ ഇൻക്രീസ് ബൈ മേക്കിംഗ് ദ വർക്കിംഗ് എൻവയോൺമെന്റ് വെരി പ്ലസന്റ്. ഇനി അത്ര എഫിഷ്യന്റ് അല്ലാത്തൊരു ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് വളരെ പ്ലസന്റും ടീച്ചേഴ്സിന് ഒരു ഇംപ്രൂവ്മെന്റൽ സ്കോപ്പ് തരുന്ന ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ ഫർദർ
ടീച്ചേഴ്സിന് എന്തായാലും എന്തായിരിക്കും ഒരു സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റിന് സാധ്യതയുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിന് എപ്പോഴും എന്ത് ചെയ്യുക, അവർക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സർവിങ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുക, പ്രോപ്പർ സാലറി പ്രൊവൈഡ് ചെയ്യുക, റെഗുലർ പ്രൊമോഷൻസ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, ഇൻസെന്റീവ്സ്, നല്ല അച്ചീവ്മെന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് അവർക്ക് ഒരു നല്ലൊരു ഇൻസെന്റീവ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സിനെ വളരെ എഫക്റ്റീവ് ആയിട്ട് സ്കൂളിൽ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. കമ്മിങ് ടു നെക്സ്റ്റ് റിസോഴ്സ്, ദാറ്റ് ഇസ് മെറ്റീരിയൽ റിസോഴ്സ്. നമുക്കറിയാം അല്ലെ, ഒരു സ്കൂളാവുന്ന സമയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്തു കൊണ്ടുപോകണമെങ്കിൽ ഹ്യൂമൻ മെറ്റീരിയൽസ് മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ട്. നല്ല ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ ഒരു തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മെറ്റീരിയൽസോ അവിടെ അവൈലബിൾ അല്ല, റിസോഴ്സ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ടീച്ചേഴ്സിന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ അഡിക്വേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് റൈറ്റ് ടൈമിന് വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോവാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കണം? മാനേജ്മെന്റിനെ കൊണ്ട് സാധിക്കണം. അപ്പൊ ഈ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ തന്നെ ഡെഫിനറ്റ്ലി അവിടെ 2 ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് ഉള്ളത്. കൺസ്യൂമർ ഗുഡ്സും ഉണ്ട്, നോൺ കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്. എന്താ കൺസ്യൂം ചെയ്യാന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മള് ലാബിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽസ്, സോൾട്ട്സ് അല്ലെ, നമ്മൾ ലബോറട്ടറീസിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ഇലക്ട്രിക് ബൾബ്സ്, റബ്ബർ ട്യൂബ്സ്, ഇതൊക്കെ എന്താണ് കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിനെന്താണ് കാലപ്പഴക്കം ഉണ്ടായിരിക്കും, അത് തീർന്നു പോകും അല്ലെ. സോ വീണ്ടും അത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കും. ഇതിനെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയാം. മറിച്ച് നോൺ കൺസ്യൂമബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ നോൺ കൺസ്യൂമബിൾ എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ഞാൻ പറഞ്ഞുതരാം, ഫേർണിച്ചേഴ്സ് അല്ലെ, അതൊന്നും അങ്ങനെ കേട് വരില്ല. പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മളെ ബിൽഡിങ്ങിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ നമ്മൾ വൺ ടൈം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതങ്ങനെ കൺസ്യൂം ചെയ്യുമ്പോൾ തീർന്നു പോകുന്ന സംഭവങ്ങളല്ല. സോ അത് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് ഡാമേജ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ റിപ്പയർ ചെയ്തുകൊണ്ട് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നോൺ കൺസ്യൂമബിൾ അല്ലെങ്കിൽ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയും. ഓക്കെ, പിന്നെ മൂന്നാമത്തെ റിസോഴ്സ് ആണ് ഫിനാൻഷ്യൽ റിസോഴ്സ്. ഡെഫിനറ്റ്ലി ഒരു മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ സ്കൂളില് കുട്ടികൾ പഠിക്കുന്ന ട്യൂഷൻ ഫീസ്, അവരുടെ സ്പെഷ്യൽ ഫീ, പെനാൾട്ടീസ്, ഡൊണേഷൻസ്, പിന്നെ ഗവൺമെന്റ്സിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാന്റ്സ്, വേസ്റ്റ് മാനേജ്മെന്റ്, വേസ്റ്റ് അല്ലെങ്കിൽ എങ്ങനെ ഡിസ്പോസ് ചെയ്യും, ഇങ്ങനെ ഇവരുടെ ലാൻഡ് പ്രോപ്പർട്ടീസിന്റെ കാര്യങ്ങൾ, ബിൽഡിങ്സിന്റെ കാര്യങ്ങൾ, ഗാർഡൻസ്, ഇങ്ങനെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളും ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആകുമ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ടും എക്സ്പെൻസ് വരെ എന്തിനൊക്കെ ആയിരിക്കും? സ്റ്റാഫ്സിന് സാലറി കൊടുക്കേണ്ടി വരും അല്ലെ, ബാക്കി അലവൻസസ് എല്ലാം കൊടുക്കേണ്ടി വരും, അഡ്വാൻസ് പേയ്മെന്റ്സ് കൊടുക്കേണ്ടി വരും. ഇഫ് ഇൻ കേസ് റെന്റിനാണ് ക്യാമ്പസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ റെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ആനുവലി ഒരുപാട് മെയിൻ്റെനൻസ് ചാർജസ് വരും, റിപ്പയറിങ്സ് വരും അല്ലെ, ടാക്സ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഡേ ടു ഡേ എക്സ്പെൻസ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട്, ഇലക്ട്രിസിറ്റി, വാട്ടർ ചാർജസ്, ടെലിഫോൺ ചാർജസ്, ഓഫീസ് എക്സ്പെൻസസ്, സ്റ്റേഷനറി എക്സ്പെൻസ്, ഇങ്ങനത്തെ ഒരുപാട് മിസ്സെല്ലേനിയസ് എക്സ്പെൻസ് ആകുമ്പോൾ ഒരു സ്കൂളാകുമ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. 1 സെക്കൻഡ്, എന്റെ ചാർജ് കുറച്ച് കുറവാണ്, ഞാൻ ഒന്ന് ചാർജ് ചെയ്യാൻ വെക്കാണ്. നമ്മൾ ഇനി സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് ചാപ്റ്റർ 1 പറയാനുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് എന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മാനേജ്മെന്റ്, ഡെഫിനിഷൻ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ സ്കോപ്പ് ഓഫ് സ്കൂൾ മാനേജ്മെന്റ്, പിന്നെ പ്ലാനിങ്ങിലും ഓർഗനൈസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്ന
മൂന്ന് കാര്യങ്ങൾ: ഹ്യൂമൻ റിസോഴ്സ്, മെറ്റീരിയൽ റിസോഴ്സ്, അതുപോലെ ഫിനാൻഷ്യൽ റിസോഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു 90% നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ടോപ്പിക്സ്. ഓക്കെ, നൗ മൂവിങ് ടു ദ സെക്കൻഡ് ലെസൺ. മാനേജ്മെന്റ് അപ്രോച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്കറിയാം ഇത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഒരു ചാപ്റ്ററിന് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇതിന്ന് ചോദിക്കാവുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടൈപ്സ് ഓഫ് അപ്രോച്ചസ് ഇൻ എഡ്യൂക്കേഷണൽ പ്ലാനിങ്. അതിൽ തന്നെ വരുന്ന സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച്. ഈ ഒരു ടോപ്പിക് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. സോ വാട്ട് ഈസ് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് എന്നുള്ളത് നോക്കാം. എഡ്യൂക്കേഷൻ ഇസ് കൺസിഡേർഡ് ടു ബി എ കൺസ്യൂമർ ഗുഡ്. എന്താ കൺസ്യൂമർ ഗുഡ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുന്ന കാര്യമായിരിക്കണം അല്ലെ. എല്ലാ ക്വാളിഫൈഡ് സ്റ്റുഡൻസിനും അവൈലബിൾ ആയിരിക്കണം. ഇത് കുറച്ച് വിഭാഗത്തിന് മാത്രം അവൈലബിൾ ആയിരിക്കുക, കുറച്ച് പേർക്ക് കിട്ടാതിരിക്കുക, അങ്ങനത്തെ ഒരു സംഭവം അല്ല. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൺസ്യൂമർ ഗുഡ് ആണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ആക്സസിബിൾ ആയിരിക്കണം എന്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. It focuses on the public demand for education, not economic or employment needs. ഈ ഒരു അപ്രോച്ച് പ്രകാരം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് ഡിമാൻഡ് ആണ് അല്ലെ. നമ്മുടെ നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ പബ്ലിക് ഡിമാൻഡിനാണ് ഈ ഒരു അപ്രോച്ച് പ്രകാരം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാതെ നമ്മുടെ ജോലി സാധ്യതയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയോ ഇതൊന്നും അല്ല ഇമ്പോർട്ടൻസ്. നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതിനെയാണ് ഈ ഒരു അപ്രോച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇറ്റ് വാസ് recommended by the Robbins Committee report in the UK and used in India as well. റോബിൻസ് കമ്മിറ്റി റിപ്പോർട്ടിലാണ് ഈ ഒരു അപ്രോച്ചിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇത് പിന്നീട് ഇപ്പൊ ഇന്ത്യയിലും വളരെ യൂസ്ഫുൾ ആയിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച്. ഇനി ഇതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഉള്ളത്? എസ്റ്റിമേറ്റ്സ് ഹൗ മെനി സ്റ്റുഡൻസ് വിൽ ഫിനിഷ് സ്കൂൾ, എസ്റ്റിമേറ്റ് ഹൗ മെനി വിൽ അപ്ലൈ ഫോർ കോളേജ്. എത്ര ശതമാനം കുട്ടികൾ അല്ലെങ്കിൽ എത്രത്തോളം കുട്ടികൾ അവരുടെ സ്കൂൾ പഠനം ഫിനിഷ് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ എത്ര കുട്ടികൾ കോളേജിലോട്ട് അഡ്മിഷൻ എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യും. എസ്റ്റിമേറ്റ് ഹൗ മെനി ഷുഡ് ബി അഡ്മിറ്റഡ്, ഡിസൈഡ് ദ കോഴ്സ് ലെങ്ത് ആൻഡ് ഡ്യൂറേഷൻ. എത്രത്തോളം കുട്ടികളെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്യണം, കോഴ്സ് ലെങ്ത്തിന്റെ ഡ്യൂറേഷൻ എത്രത്തോളം ആയിരിക്കും, ഇതിന്റെ ലെങ്ത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡിസൈഡ് ചെയ്യും. ഇനി സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ചിന് അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും വരുന്നുണ്ട് കേട്ടോ. അഡ്വാൻറ്റേജ് എന്തൊക്കെയാന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജനറൽ പബ്ലിക് നീഡ് ആണ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഹെൽപ്പ് പ്ലാനേഴ്സ് ഐഡന്റിഫൈ എഡ്യൂക്കേഷണൽ ഡിമാൻഡ്. നമ്മുടെ എഡ്യൂക്കേഷണൽ ഡിമാൻഡ് എന്തൊക്കെയാണ്, ഏത് ഏത് ഒരു വിഭാഗം ഇതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ ഉള്ളത് എന്നുള്ളത് പ്ലാനേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. യൂസ്ഫുൾ ഇൻ സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സ്. വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ഉള്ള സൊസൈറ്റീസിലായിരിക്കും ഇങ്ങനെയുള്ള സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുക. Coming to the limitations of social demand approach, doesn't consider actual economic needs of job market. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജോലി സാധ്യതയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും ഇത് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നോ കൺട്രോൾ ഓവർ ഹൗ ഗ്രാജുവേറ്റ്സ് വിൽ ബി അബ്സോർബ്ഡ് ഇൻ ടു ജോബ്സ്. നമുക്കറിയാം എത്രത്തോളം പേര് സ്കൂള് കംപ്ലീറ്റ് ചെയ്യുന്നു, കോളേജിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പഠിച്ചിറങ്ങിയ ഗ്രാജുവേറ്റ്സിനെ എല്ലാം ജോലി എവിടെ അല്ലെങ്കിൽ എങ്ങനെ ജോലി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു ഉറപ്പും ഈ ഒരു അപ്രോച്ച് കൊടുക്കുന്നില്ല. മേ ലീഡ് ടു അൺഎംപ്ലോയ്മെന്റ് അമംഗ് എഡ്യൂക്കേറ്റഡ് യൂത്ത് ഇഫ് സപ്ലൈ എക്സീഡ്സ് ഡിമാൻഡ്. നമുക്ക് എപ്പോഴും അറിയാം അല്ലെ, അധികമായാൽ അമൃതവും വിഷവും നമ്മൾ പറയും. സോ സപ്ലൈ എപ്പോഴും ഡിമാൻഡിനേക്കാളും എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അൺഎംപ്ലോയ്മെന്റിനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ട് കാര്യമില്ലല്ലോ, ഇവർക്കൊക്കെ ജോലി വേണ്ടേ. സോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത്സിന് തന്നെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് മാൻ പവർ അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ അപ്രോച്ചിൽ ദ എയിം ഈസ് ടു ഫോക്കസ് ഓൺ മാൻ പവർ നീഡ്സ് ഓഫ് ഇക്കോണമി
ഓഫ് എ പെർട്ടിക്കുലർ കൺട്രി ഓർ അറ്റ് എ ഗ്ലോബൽ ലെവൽ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കൺട്രി ബേസ്ഡോ അല്ലെങ്കിൽ ഒരു ഗ്ലോബലി ഹോൾ ആയിട്ടോ മാൻ പവർ നീഡ്സ് എത്രത്തോളം വേണം, ഒരു ഇക്കോണമി മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം മാൻ പവർ വേണം അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് വേണം എന്നുള്ളതിനെയാണ് ഈ ഒരു അപ്രോച്ച് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. It states that the manpower is changeable and be customized according to the social, technical and economic development of the society. ഈ ഒരു അപ്രോച്ച് പ്രകാരം ഈ അപ്രോച്ച് പറയുന്നത് മാൻ പവർ എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ചബിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. നമുക്ക് നമ്മുടെ സൊസൈറ്റീന്റെ ആവശ്യപ്രകാരോ അല്ലെങ്കിൽ ഇക്കോണമിക് ഡെവലപ്മെന്റിന്റെ ആവശ്യപ്രകാരോ ടെക്നിക്കൽ ഒരു ചേഞ്ചിനെല്ലാം വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ആളുകളെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അല്ലെ. മാൻ പവർ ചേഞ്ച് ചെയ്തുകൊണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഡെവലപ്പിംഗ് മാൻ പവർ ഇസ് ദ മോസ്റ്റ് ഫോഴ്സ്ഫുൾ, സിഗ്നിഫിക്കന്റ് ആൻഡ് ആക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഓഫ് എനി നേഷൻ. നമുക്ക് ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു മാൻ പവർ ഉണ്ട് എന്നുള്ളതാണ് ഏതൊരു നേഷന്റെയും ഒരു ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അല്ലെ. This concept is to supply the economic system with qualified personnel required at all the levels. എല്ലാ ലെവൽസിലും ആവശ്യമായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ സപ്ലൈ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ടാർഗറ്റ്. ഓക്കെ, ഇനി ഇതിൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? ഐഡന്റിഫൈ ഫ്യൂച്ചർ ജോബ് റിക്വയർമെന്റ്സ് ഇൻ ഡിഫറെന്റ് ഫീൽഡ്സിലെ ഓരോ ഫീൽഡിലും എന്തൊക്കെ ഫ്യൂച്ചർ ജോബ് റിക്വയർമെന്റ്സ് ആവശ്യമായിട്ട് വരും എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. ഹൗ മെനി ട്രെയിൻഡ് പീപ്പിൾ വിൽ ബി നീഡഡ് അല്ലെ. ഇപ്പൊ അതൊരു ഹോസ്പിറ്റൽ മേഖലയാണെങ്കിലും എത്രത്തോളം ട്രെയിൻഡ് പീപ്പിളിനെ ആവശ്യമായിട്ട് വരും എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ചിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് ഭാവിയിൽ ആ ഒരു എണ്ണം എത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നമുക്ക് ചില മാറ്റങ്ങളെല്ലാം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാനും സാധിക്കും. അതുപോലെ എത്ര ടീച്ചേഴ്സിന് ആവശ്യമാണ്, എത്ര ബിൽഡിങ്സ് ആവശ്യമാണ്, ഇവർക്ക് റൺ ചെയ്യാൻ എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫോർകാസ്റ്റ് ഹൗ മെനി സ്റ്റുഡൻസ് വിൽ ക്വാളിഫൈ ആൻഡ് കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ. എത്രത്തോളം കുട്ടികൾ ക്വാളിഫൈഡ് ആവും, എത്രത്തോളം കുട്ടികൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളെല്ലാം ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അഡ്വാൻറ്റേജ്, കമ്മിങ് ടു ദ അഡ്വാൻറ്റേജ്, ഹെൽപ്സ് അവോയ്ഡ് അൺഎംപ്ലോയ്മെന്റ് ബൈ ലിങ്കിങ് എഡ്യൂക്കേഷൻ വിത്ത് ജോബ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഭാവിയിലുള്ള സാധ്യത മുന്നോട്ട് കണ്ടിട്ടാണ് ഇപ്പൊ തന്നെ നമ്മൾ ആ ഒരു ജോലിയിലോട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഗൈഡ്സ് ഗവൺമെന്റ് ടു മേക്ക് യൂസ്ഫുൾ എഡ്യൂക്കേഷണൽ ഇൻവെസ്റ്റ്മെന്റ്. ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരാൻ ഗവൺമെന്റിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എൻകറേജ് സ്റ്റുഡൻസ് ടു പെർസ്യൂ കോഴ്സസ് ദാറ്റ് ലീഡ്സ് ടു ജോബ്. ജോലി സാധ്യതയുള്ള കോഴ്സുകൾ പഠിക്കാൻ വേണ്ടി കുട്ടികളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാല് it does not give clear guidance for every level of education. ഈ ഒരു ലൈക് പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ഓരോ ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലും എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ക്ലിയർ ഗൈഡൻസ് ഒന്നും ഈ ഒരു അപ്രോച്ചിൽ കൊടുക്കുന്നില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ പ്രൈമറി എഡ്യൂക്കേഷന് ഈ മാൻ പവർ അപ്രോച്ച് തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, അത് ഒരു ജോലി സാധ്യത അല്ലെങ്കിൽ ജോലി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പഠനമാണ്, എഡ്യൂക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പ്രൈമറി ബേസിക് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് ഇവിടെ തീരെ നൽകുന്നില്ല. അത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് കേട്ടോ. അതുപോലെ അൺസ്കിൽഡ് ആയിട്ടുള്ള റൂറൽ ജോബ്സിന്റെ സാധ്യതകളൊന്നും ഈ ഒരു മാൻ പവർ അപ്രോച്ചിൽ പറയുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടുള്ള വേറൊരു ടോപ്പിക് ആണ് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച്. ദിസ് മെത്തേഡ് ഇസ് അബൌട്ട് പ്ലാനിങ് എഡ്യൂക്കേഷൻ ടു മീറ്റ് സോഷ്യൽ ഓർ നാഷണൽ ഗോൾസ്. നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ നേഷണൽ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷനെ പ്ലാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച്. ദീസ് ഗോൾസ് ആർ യൂഷ്വലി ബേസ്ഡ് ഓൺ ദ കൺട്രീസ് ലോസ് ആൻഡ് പോളിസീസ്. നമ്മുടെ കൺട്രിയുടെ ലോയും പോളിസീസും എല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ചിൽ ഗോൾസിനെ സെറ്റ് ചെയ്യുന്നത്. സോ എഡ്യൂക്കേഷൻ സിസ്റ്റം മസ്റ്റ് ഹെൽപ്പ് അച്ചീവ് ദീസ് സോഷ്യൽ ഗോൾസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾറെഡി ഈ ലോ ആൻഡ് പോളിസിനെ ബേസ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യുന്ന ഗോൾസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഈ സോഷ്യൽ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം.
എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇതിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 45 പ്രകാരം ഒരു അമെന്റ്മെന്റ് ഉണ്ട് അല്ലെ, അതായത് എവറി ചിൽഡ്രൻ ഷുഡ് ഗെറ്റ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അപ് ടു ഏജ് 14. 14 വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ടുള്ള കമ്പൽസറി എഡ്യൂക്കേഷൻ ലഭിക്കണം എന്നുള്ളത് ആർട്ടിക്കിൾ 45 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെയും പുവർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അപ്രോച്ച് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അതാണ് ഇതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം. സോഷ്യൽ ജസ്റ്റിസ് ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. ആ ഒരു ജസ്റ്റിസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ചിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ ഒന്നുകൂടെ പറയാം. സോഷ്യൽ ഡിമാൻഡ് അപ്രോച്ച് എന്താണ്, മാൻ പവർ അപ്രോച്ച് എന്താണ്, സോഷ്യൽ ജസ്റ്റിസ് അപ്രോച്ച് എന്താണ്, ഈ 3 കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കണം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ എന്തായാലും റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിന് അത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. കമ്മിങ് ടു ദ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് ഇത് കേട്ടോ. ഇതിൽ ലീഡർഷിപ്പ് സ്റ്റൈൽസിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ അതിലോട്ട് എത്തുന്നുണ്ട്. ആദ്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതാണ്. What are the aims and objectives of educational administration? വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഷോർട്ട് എസ്സേ ആയിട്ടോ അല്ലെങ്കിൽ എസ്സേ ആയിട്ടോ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ എയിംസ് എന്തൊക്കെയാണ്, ഇവരുടെ ടാർഗറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ടു പ്രൊവൈഡ് പ്രോപ്പർ എഡ്യൂക്കേഷൻ ടു സ്റ്റുഡൻസ്. നമ്മുടെ കുട്ടികൾക്ക് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ആദ്യമായിട്ടുള്ള ഗോൾ. നെക്സ്റ്റ് ഇസ് ടു എൻഷുവർ അഡിക്വേറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഓൾ റിസോഴ്സസ്. നമ്മുടെ സ്ഥാപനം എഫക്റ്റീവ് ആയിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അവിടെ അഡിക്വേറ്റ് ആയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കണം അല്ലെ. അത് ഹ്യൂമൻ റിസോഴ്സ് ആയിക്കോട്ടെ, മെറ്റീരിയൽ റിസോഴ്സ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ റിസോഴ്സ് ആയിക്കോട്ടെ, ഇതിൽ ഏത് റിസോഴ്സ് ആയാലും അത് ആവശ്യാനുസരണം എന്താ പറയാ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എൻഷുർ ചെയ്യണം. നെക്സ്റ്റ് ഇസ് ടു എൻഷുവർ പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് ഡെവലപ്മെന്റ് എമംഗ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന്റെ ഇടയിൽ ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യാനും ഡെഡിക്കേഷൻ കൊണ്ടുവരാനും ഒരു ടീച്ചേഴ്സിന് ആ ഒരു ജോലിയിലോട്ട് ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടുവരാനും ആരെ കൊണ്ട് സാധിക്കണം, അഡ്മിനിസ്ട്രേഷനെ കൊണ്ട് സാധിക്കണം. അങ്ങനെ ഒരു ഹാർമണി കൊണ്ടുവരാൻ സാധിച്ചാൽ മാത്രമാണ് ടീച്ചേഴ്സ് ആ ഒരു 100% എഫക്റ്റീവ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുകയുള്ളൂ. നെക്സ്റ്റ് ടു ഓർഗനൈസ് വെറൈറ്റി ഓഫ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെ. ഒരു സ്കൂൾ ആവുമ്പോ എന്താണ്, കുട്ടികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരണ്ടേ. ആർട്സ് വേണം, സ്പോർട്സ് വേണം, ബാക്കി ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണം. ഇതെല്ലാം ഉണ്ടാവുമ്പോഴാണ് ഒരു പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ അവിടെ റൺ ചെയ്ത് പോവുകയുള്ളൂ. സോ അത് ഓർഗനൈസ് ചെയ്യണം. നെക്സ്റ്റ് ടു ട്രെയിൻ ദ സ്റ്റുഡൻസ് ഇൻ ഡെവലപ്പിംഗ് സയന്റിഫിക് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരു സയന്റിഫിക് ടെമ്പർ കൊണ്ടുവരാൻ സാധിക്കണം അല്ലെ. നമ്മളൊരു ടോപ്പിക് പഠിപ്പിച്ച് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് അത് വൈ ഇട്ടേഴ്സ് എന്ന് തിരിച്ചു ചോദിക്കുന്ന കുട്ടികളായിരിക്കണം. സോ അത്തരത്തിലുള്ള ഒരു ടീച്ചിങ് സ്റ്റൈലാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. നമുക്ക് ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രൊവൈഡ് ചെയ്യണം, ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് കുട്ടികൾക്ക് കൊടുക്കണം. അങ്ങനെ ആവുമ്പോൾ മാത്രമാണ് കുട്ടികളുടെ ഒരു സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. ടു ഗെറ്റ് ദ വർക്ക് ഡൺ എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. വളരെ എഫക്റ്റീവ് ആയിട്ടും വളരെ എഫിഷ്യന്റ് ആയിട്ടും തനിക്ക് നൽകുന്ന വർക്ക് ചെയ്തെടുക്കാൻ അവിടെയുള്ള ആളുകൾക്ക് സാധിക്കണം. അല്ലെങ്കിൽ അതിനെ അങ്ങനെ ചെയ്യിപ്പിക്കാൻ വേണ്ടി ആർക്ക് സാധിക്കണം, അഡ്മിനിസ്ട്രേഷനെ കൊണ്ട് സാധിക്കണം. ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേഷന്റെ എയിംസ് ആൻഡ് ടാർഗറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് എങ്ങനെയും ചോദിക്കാം. വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ? അങ്ങനെ ചോദിച്ചാലും നമുക്ക് ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം എഴുതാവുന്നതാണ് കേട്ടോ. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണുള്ളത്? നമ്മൾ ഈ പറഞ്ഞ 6 കാര്യങ്ങളും എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. സോ അങ്ങനെ വേണമെങ്കിലും ഈ ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള ഇതിൽ കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്താന്നൊക്കെ എസ്സേ ചോദിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ടൈപ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്ക് എഴുതാം. അതിൽ കൊടുക്കാവുന്നതാണ് സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ് കാര്യങ്ങളൊക്കെ കേട്ടോ.
ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയാ ഒരു ഐ നോ എവറിത്തിങ് യു ഡു ആസ് ഡയറക്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് റൂഡായിരിക്കും ബാക്കി സബോർഡിനേറ്റ്സിനോട്. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഡയറക്റ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ള തരത്തിലുള്ള ഒരു 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 റൂളിംഗ് ആയിരിക്കും സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനിൽ വരിക. ഡീസെൻട്രലൈസ്ഡ് ആവുമ്പോൾ അങ്ങനെയല്ല, കുറച്ചും കൂടെ ഡെമോക്രാറ്റിക് ആയിരിക്കും. അവിടെ ഉള്ള ബാക്കി ആളുകൾക്കൊക്കെ കുറച്ച് പവേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് ഡീസെൻട്രലൈസ്ഡ്. ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ തരത്തിലും തന്റെ സ്റ്റാഫ്സിനും മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സിനും ഒരു പവർ കൊടുത്തിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് ഡെമോക്രാറ്റിക്. അതിപ്പോ ടീം ഡിസ്കഷൻ ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഡിസ്കഷനോ ടീം വർക്കോ അല്ലെങ്കിൽ എന്ത് ഒരു സ്കൂളിനെ സംബന്ധിച്ചിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ എല്ലാം തന്റെ സ്റ്റാഫ്സിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ. അത് ഓട്ടോക്രാറ്റിക് ആവുന്ന സമയത്ത് അവിടെ ഭയങ്കര റൂഡായിരിക്കും, ഒരു ഫ്രീഡവും ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കില്ല, ഭയങ്കര ഹാഷ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ മനസ്സിൽ എന്തായാലും ഈ ഒരു ടൈപ്സ് മനസ്സിലുണ്ടാവുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. കാരണം എസ്സേ ചോദിക്കുന്ന സമയത്ത് എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാവുന്നതാണ് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ മാനേജ്മെന്റ്, സ്കൂൾ മാനേജ്മെന്റിൽ പറഞ്ഞിട്ടുള്ള അതേ ഫംഗ്ഷൻ ആണ് അഡ്മിനിസ്ട്രേഷന്റെ ഫങ്ഷൻസും. ഈ പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ് ഇതൊക്കെ ഇതിലും വരുന്നുണ്ട്. സെയിം കാര്യങ്ങൾ തന്നെയാണ്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് അറിയാം അല്ലെ, ആദ്യം ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. ഒരു അഡ്മിനിസ്ട്രേഷൻ ആവുമ്പോൾ എന്തൊക്കെ ടാർഗറ്റ്സ് വേണം, ആ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഓൾറെഡി എന്താണ് ആദ്യം ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുന്നതാണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഓർഗനൈസിംഗ് അല്ലെ, നമുക്ക് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആയിരിക്കണം, എന്ത് ടൈപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ നിയമിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഓർഗനൈസിംഗിൽ വരുന്നത്. പിന്നെ ഡയറക്ഷൻ, നമ്മൾ പറഞ്ഞു നമ്മുടെ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഓർഡേഴ്സും കൊടുക്കേണ്ടി വരും. നമ്മുടെ എംപ്ലോയീസിന്റെ വർക്ക് നമ്മൾ സൂപ്പർവൈസ് ചെയ്യേണ്ടി വരും. അവർക്ക് മോട്ടിവേഷനും പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും എല്ലാം ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് ഡയറക്ഷനിൽ വരുന്നത്. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെയും മെറ്റീരിയൽ റിസോഴ്സിനെയും ഐഡിയാസിനെയും എല്ലാം കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് റൺ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ടാർഗറ്റ്സിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കുക. അതാണ് കോർഡിനേഷനിൽ വരുന്നത്. പിന്നെ കൺട്രോളിംഗ് അല്ലെ, സ്റ്റാഫ്സിന്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യുക, അവർക്ക് വേണ്ട ഫീഡ്ബാക്സ് പ്രൊവൈഡ് ചെയ്യുക, ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് പറഞ്ഞു കൊടുക്കുക, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻസെന്റീവ്സും ഡിസ്ഇൻസെന്റീവ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് കൺട്രോളിംഗ്. ഫൈനലി എല്ലാത്തിലും വരുന്നതാണ് ഇവാലുവേഷൻ. നമ്മുടെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ, നമ്മൾ സക്സസ് ആയിരുന്നോ ഫെയിലിയർ ആയിരുന്നോ എന്നുള്ള കാര്യങ്ങൾ ഫൈനലി ആ ഒരു ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇവാലുവേഷൻ ചെയ്യുമ്പോഴാണ് ഭാവിയിൽ പിന്നെ നമുക്കൊരു ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ അത് നടത്താൻ കഴിയോ ഇല്ലയോ എന്നൊക്കെയുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ ഫൈനലി ഇവാലുവേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഇതില് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ 1 സെക്കൻഡ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ലീഡർഷിപ്പ് എന്താണ്, വാട്ട് ആർ ലീഡർഷിപ്പ് സ്റ്റൈൽസ്, അതിന്റെ നേച്ചർ ഓഫ് ദ ലീഡർഷിപ്പ്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ്. ലീഡർഷിപ്പ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. 100% ആണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്താ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാല്, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് അതേഴ്സ് ഇൻ എ പെർട്ടിക്കുലർ വേ ടു അക്കംപ്ലിഷ് മ്യൂച്വൽ ഗോൾസ്. നമുക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക അല്ലെ, നമുക്ക് മ്യൂച്വൽ ആയിട്ട് രണ്ടുപേർക്കും മ്യൂച്വൽ ആയിട്ട് സാധിച്ചെടുക്കേണ്ട ഒരു ഗോളിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേറൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് എന്ത് പറയുന്നത്, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. സോ ഇതിനെ ഒരുപാട് പേര് ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എക്സ്പേർട്സ്. ഫസ്റ്റ് വൺ ഇസ് അക്കോർഡിംഗ് ടു പീറ്റർ ഡ്രക്കർ. He says leadership isn't about the size or control of the market. It's not just being the biggest. ഒരിക്കലും ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു 100 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഒരു ലീഡർ ആണോ, അല്ലെങ്കിൽ ഒരു 2000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലെ ലീഡർ ആണ് നല്ലത്, മറ്റേത് മോശമാണ്, അങ്ങനെയൊന്നും ഇല്ല അല്ലെ. ഒരിക്കലും ഒരു സൈസ് ബേസ് ചെയ്തിട്ടല്ല നമ്മൾ ലീഡർഷിപ്പിനെ അളക്കേണ്ടത്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും
സൈസ് ബേസ്ഡ് അല്ല, അത് അതിന്റെ ക്വാളിറ്റി ബേസ്ഡ് ആണ് ലീഡർഷിപ്പിനെ എപ്പോഴും നമ്മൾ അളക്കേണ്ടത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു കീത്ത് ഡേവിസ്, he defines it as the ability to persuade people to follow a goal with enthusiasm. ഒരു ഒരു എന്തൂസിയാസം ഉണ്ടായും കൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ, അത് അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ആളുകളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ കഴിയുന്നതായിരിക്കണം ലീഡർഷിപ്പ് എന്നാണ് കീത്ത് ഡേവിസ് പറയുന്നത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ടാനബം, he sees leadership as influence through communication to reach specific goals. മറ്റുള്ളവരെ കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട്, കമ്മ്യൂണിക്കേഷനിലൂടെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഗോളോ അല്ലെങ്കിൽ ടാർഗറ്റോ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലീഡർഷിപ്പ് എന്നാണ് ടാനബം പറയുന്നത് കേട്ടോ. സോ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിനെ നമുക്ക് ഗൈഡ് ചെയ്യാനോ എൻകറേജ് ചെയ്യാനോ, ഒരു വർക്ക് ചെയ്യുന്നതിൽ അല്ലെ ഒരു വ്യക്തിനെ നമ്മൾ ഗൈഡ് ചെയ്യാനോ എൻകറേജ് ചെയ്യാനോ ഒക്കെ സാധിക്കുന്നതിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ നേച്ചർ ഓഫ് ലീഡർഷിപ്പ്? വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു നല്ല ലീഡർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ചില ആളുകൾ പറയും അത് ട്രേറ്റ് തിയറി ആണെന്ന്, അല്ലെ, ഒരാളുടെ ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഫീച്ചർ ആണ് അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ആണ് ലീഡർഷിപ്പ് എന്ന് പറയും. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. ഇനി വേറൊരു തിയറി പ്രകാരം, ഫങ്ഷൻ തിയറി പ്രകാരം, ലീഡർഷിപ്പ് ഒരിക്കലും ഒരു ഫിസിക്കൽ ആയിട്ടുള്ള നമ്മുടെ ഒരു ഭംഗിയല്ല, അല്ലെ, മറിച്ച് ചില കാര്യങ്ങൾ പെർഫോം ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റി ആണ് എന്നാണ് ഫങ്ഷൻ തിയറി പറയുന്നത്. ഓക്കെ, അത് ഓരോ തിയറിയാണ്. ട്രേറ്റ് തിയറി പ്രകാരം ഫിസിക്കൽ ഫീച്ചർ ആണ് ഒരാളെ ലീഡർ ആക്കുന്നത്. ഫങ്ഷൻ തിയറി പ്രകാരം ഫിസിക്കൽ ഫീച്ചറോ നമ്മുടെ ഭംഗിയോ ഒന്നും അല്ല, അത് ഒരാൾക്ക് ഒരു കാര്യം എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഫങ്ഷൻ തിയറി പ്രകാരം പറയുന്നത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ തിയറി, ഒരു നല്ല ലീഡർ ഉണ്ടാവുന്നത് സിറ്റുവേഷൻ ബേസ്ഡ് ആണ് എന്നാണ് സിറ്റുവേഷൻ തിയറി പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു യുദ്ധത്തിന് ലീഡ് ചെയ്യാൻ നല്ലൊരു ലീഡർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഒരു വാർ വളരെ നന്നായിട്ട് ലീഡ് ചെയ്യാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കും. മറിച്ച് അതൊരു സമാധാനത്തിനുള്ള എന്തെങ്കിലും ഒരു സ്കോപ്പ് ആണെന്നുണ്ടെങ്കിൽ മേ ബി അതിൽ അയാളൊരു നല്ലൊരു അബദ്ധമായിരിക്കും. സോ സിറ്റുവേഷൻ ബേസ്ഡ് ആണ് ഓരോ ലീഡർഷിപ്പ് എന്നാണ് സിറ്റുവേഷൻ തിയറി പറയുന്നത്. നെക്സ്റ്റ് ഇസ് കമ്മിങ് ടു ഇന്ററാക്ഷൻ തിയറി. ഇന്ററാക്ഷൻ തിയറി ഓഫ് ലീഡർഷിപ്പ് പ്രകാരം ലീഡർ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ എല്ലാം മിക്സ്ഡ് ആണെന്നാ പറയുന്നത്. ലൈക്ക് ഒരു ട്രേറ്റ് വേണം, ഫങ്ഷൻ വേണം, സിറ്റുവേഷൻ വേണം, ഇതെല്ലാം കൂടി യോജിക്കുമ്പോഴാണ് ഒരു നല്ല ലീഡർ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇന്ററാക്ഷൻ തിയറി പറയുന്നത്. Okay, next is according to Kuhn's and O'Donnell's view പ്രകാരം leadership is getting team members to work with confidence and energy. തന്റെ ടീം മെമ്പേഴ്സിനെ ഫുൾ കോൺഫിഡന്റോടുകൂടെ ഫുൾ എനർജിയോടുകൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടീം നമുക്കുണ്ടെങ്കിൽ അവിടെയാണ് നല്ലൊരു ലീഡർ ഉള്ളത് എന്നാണ് കൂൺസ് ആൻഡ് ഓഡോണൽ പറയുന്നത്. ഓക്കെ, സോ കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലീഡർഷിപ്പ് ഒരിക്കലും ഒരു ഹൈ പൊസിഷൻ ഹോൾഡ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല. നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ലീഡർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആവാം, ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസും ആവാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് കമ്മിങ് ടു ദ സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. നമ്മളിപ്പോ ഞാൻ ആ അഡ്മിനിസ്ട്രേഷനിൽ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഡയറക്റ്റീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡർ മറ്റുള്ളവരിൽ നിന്നും ഒരു സജഷനോ വാങ്ങുന്നതായിരിക്കില്ല, എല്ലാ കാര്യങ്ങളും ലീഡർ ആയിരിക്കും തീരുമാനിക്കുക. സബോർഡിനേറ്റ്സിന് ലീഡർ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി മാത്രമാണ് ഡയറക്റ്റീവ് സ്റ്റൈലിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ. പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ ആവുമ്പോൾ ഇവിടെ ലീഡേഴ്സ് ടീം മെമ്പേഴ്സുമായിട്ടൊക്കെ നല്ല ഡിസ്കഷൻസും പ്ലാനിങ്ങും എല്ലാം ചെയ്യുന്നതായിരിക്കും. ഇൻഫോർമേഷൻസിനൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യും, ടീം മെമ്പേഴ്സിന്റെ സജഷൻസും ഒക്കെ തേടും. നല്ലൊരു ടീം മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും മോട്ടിവേഷൻ നൽകുന്നതായിരിക്കും ഈ ഒരു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിൽ. നെക്സ്റ്റ് ലേസസ് ഫെയർ സ്റ്റൈൽ. ലേസസ് ഫെയർ എന്ന് പറയുമ്പോൾ ഇവിടെ ലീഡർ കംപ്ലീറ്റ് ഫ്രീഡവും തന്റെ സബോർഡിനേറ്റ്സ് നൽകുന്നതായിരിക്കും. ഓക്കെ, ഒരു തരത്തിലും ടീമിനെ പോയിട്ട് ഇന്റർഫിയർ ചെയ്യുന്നതായിരിക്കില്ല ഇവിടെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ലേസസ് ഫെയർ ആവുമ്പോൾ തന്റെ ടീം മെമ്പേഴ്സ് അത്രയും സ്കിൽഡ് ആൻഡ് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ടീം ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്റ്റൈൽ അവിടെ വർക്ക് ആവുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫ്രീഡം കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ഇസ് അച്ചീവ്മെന്റ് ഓറിയന്റഡ് സ്റ്റൈൽ.
ഇവിടെ ദ ലീഡർ സെറ്റ് ഹൈ ഗോൾസ്, വളരെ വളരെ എന്താ പറയാ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കും ഇവിടെ ലീഡർ സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ടീം പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഇവിടെ ലീഡർ മാക്സിമം ട്രൈ ചെയ്യും. ടീം മെമ്പേഴ്സിന്റെ എബിലിറ്റീസിൽ വളരെ ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ ഒരു വിശ്വാസം കാണിക്കുന്ന ടീം ലീഡർ ആയിരിക്കും. അവരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും കൂടുതലായിട്ട് നല്ല ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനും ഒക്കെ ഒരു സപ്പോർട്ട് നൽകുന്ന ഒരു ലീഡർ ആയിരിക്കും അച്ചീവ്മെന്റ് ഓറിയന്റഡ് സ്റ്റൈലിലുള്ള ലീഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിന് തന്നെയാണ്. എന്താണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്? ലീഡർഷിപ്പിന്റെ മീനിങ്, ഡെഫിനിഷൻ, നേച്ചർ ഓഫ് ലീഡർഷിപ്പ് ആൻഡ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഈ 4 കാര്യങ്ങളും വളരെ 100% പഠിച്ചിട്ടേ പോവാവുള്ളൂ എക്സാമിന്. പിന്നെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ കേട്ടോ. നെക്സ്റ്റ് ഇസ് കമ്മിങ് ടു ദ 4th ചാപ്റ്റർ, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ. ഈ ഒരു ചാപ്റ്ററിനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പറയാം എന്തൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്നുള്ളത്. ഇതൊന്നും നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഭാഗമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. വൺ സെക്കൻഡ്. ഓക്കെ, എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്? ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു മൈക്രോ ലെവൽ പ്ലാനിങ് ആണ് അല്ലെ. വളരെ താഴെ ലെവൽ തൊട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിൽ വരുന്നത്. ലൈക്ക് അത് പ്രിപ്പയർ ചെയ്യുന്ന ആരായിരിക്കും? ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡും ടീച്ചേഴ്സും പാരന്റ്സും എല്ലാം ആയിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാൻ ഷുഡ് മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാന് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യുന്നതായിരിക്കണം. യൂട്ടിലൈസ് ദ മാക്സിമം പോസിബിൾ റിസോഴ്സസ്. അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിന്റെ മാക്സിമം എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ചെയ്തുകൊണ്ടുള്ള പ്ലാനിങ് ആണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ്സ് എ പ്രോഗ്രാം ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്രൂവ്മെന്റ് പ്രിപ്പയർഡ് ബൈ എൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ദ ബേസിസ് of it felt need and the resource available with a view to improve the school program and school practice. ഒന്നുമില്ല, നമ്മള് സ്കൂളിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം, എന്തൊക്കെ ഡെവലപ്മെന്റൽ പ്രോഗ്രാംസ് വേണം, എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന, അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ആ സ്കൂളിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് റൺ ചെയ്ത് കൊണ്ടുപോവാം എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിൽ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്ക് നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ എന്താണ്? പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. ടീച്ചേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് വളരെ എന്താ പറയുക ഒരു ബിഗ് റോളാണ്. നമുക്കറിയാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്ലാനിങ് അല്ലെങ്കിൽ സ്കൂളിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ഇംപ്രൂവ്മെന്റിനെല്ലാം ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ഇസ് ബെറ്റർ യൂസ് ഓഫ് റിസോഴ്സസ്. നമ്മൾ പറഞ്ഞു അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സപ്പോർട്ട്സ് സ്കൂൾ ഗ്രോത്ത്. Each school can work to improve its own situations and results. നമുക്ക് നല്ലൊരു സ്കൂളിന്റെ നല്ല രീതിയിലുള്ള ഒരു ഉന്നമനത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ. ലോക്കൽ പാർട്ടിസിപ്പേഷൻ, ആ ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിന്റെയും സ്റ്റുഡൻസിന്റെയും ടീച്ചേഴ്സിന്റെയും എല്ലാം ഒരു സപ്പോർട്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന് ഉണ്ടായിരിക്കണം. എൻകറേജസ് ന്യൂ ഐഡിയാസ്. പുതിയ ബെറ്റർ വേ ഓഫ് ടീച്ചിങ്, ഒരു ബെറ്റർ ലേണിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കണം ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിൽ ഉണ്ടാവേണ്ടത്. എന്തൊക്കെയാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്സ്? ടു ഗീവ് ഫ്രീഡം ടു ടീച്ചേഴ്സ് അല്ലെ, ടീച്ചേഴ്സിന് ഒരു ഫുൾ ഫ്രീഡം നൽകുക, ടീച്ചേഴ്സിന് എഫക്റ്റീവ് ആയിട്ട് ടീച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതുപോലെ തന്നെ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സിന് ഒരു ഇൻവോൾവ്മെന്റ് കൊണ്ടുവരിക. അതുപോലെ to emphasize what can be done here and now rather than waiting for the impossible to happen. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, മറിച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആലോചിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നതിലുപരി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിന്റെ ഏറ്റവും വലിയ ടാർഗറ്റ്സ്. ഓക്കെ, അതിൽ തന്നെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ. എന്തൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാൻ എന്ന് പറയുമ്പോൾ? ഒരിക്കലും അത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരേ പ്ലാനിങ് ആയിരിക്കില്ല കേട്ടോ. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടും അവരുടെ നീഡും ആവശ്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് മാറുന്നതാണ്.
പിന്നെ ഇനി കാരണം ചില സ്കൂളുകളിൽ ചിലപ്പോൾ ലൈബ്രറി ആയിരിക്കും ആവശ്യം ഉണ്ടായിരിക്കുക, അതിന് പകരം നമ്മൾ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമുണ്ട് ഇല്ല. സോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യം എന്താണോ ആവശ്യം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രസന്റ് റിസോഴ്സസ്. നമ്മൾ പറഞ്ഞു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചുകൊണ്ട് നമ്മുടെ ലാൻഡ്, നമ്മുടെ ബിൽഡിംഗ്, നമ്മുടെ എക്യുപ്മെന്റ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പ്ലാനിങ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ടാസ്ക് ഓറിയന്റഡ് ആൻഡ് നോട്ട് മണി ഓറിയന്റഡ്. ഒരിക്കലും ഒരു ഒരു മണി മുന്നിൽ കണ്ടുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കരുത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാൻ ചെയ്യേണ്ടത്. ടാസ്ക് ഓറിയന്റഡ് ആയിരിക്കണം. അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടാസ്കുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ കൊണ്ട് സാധ്യമാവുന്ന ടാസ്കുകളാണ് നമ്മൾ എപ്പോഴും ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ പറയാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് സ്കൂൾ കോംപ്ലക്സ്. നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ആയിരുന്നു. സ്കൂൾ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം ഒരു സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അവിടെ പ്രൈമറി ബിൽഡിംഗ് ഉണ്ടായിരിക്കും, സെക്കൻഡറി ബിൽഡിംഗ് ഉണ്ടായിരിക്കും, ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ പ്രൈമറി സ്കൂളിലായിരിക്കും KG സെക്ഷനും ഗ്രേഡ് 1, 2, 3 ഒക്കെ റൺ ചെയ്യുന്നുണ്ടാവുക. പിന്നെ സെക്കൻഡറിയിലാണ് 6, 7, 8 ഒക്കെ ഉണ്ടായിരിക്കുക. ഹയർ സെക്കൻഡറിയിലാണ് +1, +2 ഉണ്ടായിരിക്കുക. അപ്പൊ ഇതെല്ലാം ഒരു കോമ്പൗണ്ടിൽ തന്നെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് അല്ലെ. അപ്പൊ ഇതിനെയെല്ലാം ഒരുമിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയാ, സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. സ്കൂൾസ് വർക്കിംഗ് ടുഗെദർ ആസ് വൺ എഡ്യൂക്കേഷണൽ യൂണിറ്റ്. ഒരു സ്ഥാപനമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഡിഫറെന്റ് സ്കൂളുകളാണ് അത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്കൂൾ കോംപ്ലക്സ് ആകുമ്പോൾ അവർക്കുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ they can help each other and they can share the resources. ശരിയാണ് അല്ലെ. പ്രൈമറി സെക്കൻഡറിയും ഹയർ സെക്കൻഡറി ഒക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു ബിൽഡിംഗേ ഉണ്ടായിരിക്കുള്ളൂ, ഒരു ലൈബ്രറി ഉണ്ടായിരിക്കുള്ളൂ, ഒരു മെസ്സേ ഉണ്ടായിരിക്കുള്ളൂ, ഒരു ക്യാൻറ്റീനേ ഉണ്ടായിരിക്കുള്ളൂ. സോ ദേ ക്യാൻ ഹെൽപ്പ് ഈച്ച് അതർ. അവർക്ക് അവരുടെ റിസോഴ്സിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. അതുപോലെ തന്നെ ടീച്ചേഴ്സിനും എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിസോഴ്സ് ഷെയർ ചെയ്യാനും അവർക്ക് അവരുടെ എക്സ്പീരിയൻസിനെയൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ സാധിക്കുന്നതാണ് കേട്ടോ. അതാണ് സ്കൂൾ കോംപ്ലക്സ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ലൈബ്രറി, ടീച്ചിങ് എയ്ഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഒരു 3 ടയർ സ്ട്രക്ചർ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൽ ലോസ്റ്റ് ടയറിൽ വരുന്നതാണ് പ്രൈമറി ആൻഡ് മിഡിൽ സ്കൂൾ എന്ന് പറയുന്നത്. അതൊരു വിഭാഗമായിരിക്കും. പിന്നെ മിഡിൽ സെക്ഷനിൽ വരുന്നതാണ് ഹൈസ്കൂൾ. ഇവർ തമ്മിലൊക്കെ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ഈ ഹൈസ്കൂളിനായിരിക്കും പ്രൈമറിയുമായിട്ടും അപ്പർ ലെവൽ സ്കൂളുമായിട്ടും ലിങ്ക് ഉണ്ടാക്കുന്നത് ഈ ഹൈസ്കൂളിലുള്ള ആളുകളായിരിക്കും. അവർക്ക് നിയർ ബൈ സ്കൂൾസിനൊക്കെ ഗൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അപ്പർ ടയറിൽ വരുന്നതാണ് കോളേജ്, അതുപോലെ സീനിയർ സെക്കൻഡറി. ഇവരൊക്കെ എന്താണ് ലോവർ ലെവൽസിലുള്ള സ്കൂൾസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ 3 ടയേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ്, ഒരുമിച്ച് ഒരു യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു സിസ്റ്റം വളരെ എഫക്റ്റീവായിട്ട് റൺ ചെയ്ത് പോവുകയുള്ളൂ. സോ ഒരു സ്കൂൾ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് ഒരുപോലെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അതിൽ തന്നെ വരുന്നതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. കോപ്പറേഷൻ വേണം അല്ലെ, ടീം വർക്ക്, ടീച്ചേഴ്സ് തമ്മിൽ നല്ലൊരു ടീം വർക്ക് ഉണ്ടായിരിക്കണം. നൈബറിംഗ് സ്കൂളുകളെല്ലാം ഒരുമിച്ചാണ് വർക്ക് ചെയ്യുക. ഒരു ബെറ്റർ ടീച്ചിങ് ആൻഡ് ഇവാലുവേഷൻ കൊണ്ടുവരാൻ സാധിക്കണം. പിന്നെ ടാസ്കുകളെയൊക്കെ നമുക്ക് എന്താണ്, പെർഫോമൻസ് ഓഫ് ടാസ്ക്, കോംപ്ലക്സ് കംപ്ലീറ്റ് സ്പെസിഫിക് എഡ്യൂക്കേഷണൽ ടാസ്ക്. എന്തെങ്കിലും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായത്തോടു കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്താണ് ഒരു ധാരണയോടുകൂടെ അല്ലെങ്കിൽ പരസ്പരം ഒരു ഹാൻഡ് ഇൻ ഹാൻഡോടുകൂടെ നമുക്ക് അതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും എന്നുള്ളതാണ് സ്കൂൾ കോംപ്ലക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്. ഇനി വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്? നമുക്കറിയാം അല്ലെ, ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആക്ടിവിറ്റി, ഒരു ആർട്സോ സ്പോർട്സോ ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പല പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. റിസോഴ്സിനെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ പറഞ്ഞു ലൈക്ക്
പ്ലേ ഗ്രൗണ്ട്സ്, ലൈബ്രറീസ്, കമ്പ്യൂട്ടർ ലാബ്സ്, പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ലാബുകൾ, ഇതൊക്കെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിസോഴ്സ് ഷെയർ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ആ ഒരു ഐസൊലേഷൻ അവിടെ ബ്രേക്ക് ചെയ്യും. കാരണം സ്കൂൾസ് ഒന്നാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഒരു വർക്ക് അലോൺ സിസ്റ്റം അല്ല, നമ്മളൊരു വൺ എഡ്യൂക്കേഷണൽ യൂണിറ്റ് ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരും. ആ ഒരു ഐസൊലേഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള കൺസെപ്റ്റ്സിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെയാണ് സ്കൂൾ കോംപ്ലക്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കും അല്ലെ. കാരണം നമ്മളെക്കാൾ കൂടുതൽ സീനിയോറിറ്റി ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. സോ അവരുടെ ടീച്ചിങ് ജേർണിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ നേടാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കും. ഷെയറിംഗ് ഓഫ് റിസോഴ്സസ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കും അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ ഹെൽപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. നമ്മുടെ പെർഫോമൻസ് നമുക്ക് മറ്റുള്ളവരുടെ സൂപ്പർവിഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഒരുപാട് പുതിയ ടീച്ചിങ് മെത്തേഡ്സ് പഠിച്ചെടുക്കാനും ഒക്കെ ഈ ഒരു സിസ്റ്റം കൊണ്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഡെഫിനറ്റ്ലി പ്രൈമറി ടീച്ചേഴ്സും മിഡിൽ സെക്ഷണൽ ടീച്ചേഴ്സും തമ്മിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അങ്ങനെ ഒരു ലൈക് ഞാൻ ഹയർ സെക്കൻഡറി ടീച്ചറാണ്, ഞാൻ പ്രൈമറി ടീച്ചറാണ്, അങ്ങനെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നെഗ്ലക്ട് ഓഫ് ഡ്യൂട്ടീസ് അല്ലെ, അതായത് എന്താണ് ടീച്ചേഴ്സ് ഇങ്ങനെയുള്ള പല സ്കൂൾ പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരുപാട് എഫേർട്ട് ഇടുകയും അതിലൂടെ വേറെ പല ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ നെഗ്ലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വർക്ക് ലോഡ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയെല്ലാം സ്കൂൾ കോംപ്ലക്സിൽ ഉണ്ടാവും. കാരണം ഒരുപാട് 3 ടയർ സ്ട്രക്ചർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് മേ ബി വർക്ക് ലോഡ് ഓവർ ആവുമ്പോൾ അത് കാരണം അവരുടെ ഒരു എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അത്രയാണ് സ്കൂൾ കോംപ്ലക്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, റോൾ ഓഫ് ഹെഡ് മാസ്റ്റർ ഓർ ഹെഡ് മിസ്ട്രസ്. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസിന് എന്തൊക്കെ റോളാണ് ഉള്ളത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കറിയാം ഒരു സ്കൂൾ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകുന്നതിൽ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്ന അവിടെയുള്ള പ്രിൻസിപ്പൾ ആണ് അല്ലെ. ആ സ്കൂളിന്റെ ഡേ ടു ഡേ ആയിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നതും കുട്ടികളെയും ടീച്ചേഴ്സിനെയും അവിടെ വർക്ക് ചെയ്യുന്ന നോൺ ടീച്ചിങ് സ്റ്റാഫ്സിനെയും എല്ലാം മാനേജ് ചെയ്യുന്ന ആരാണ്? ആ സ്കൂളിലെ പ്രിൻസിപ്പൾ ആണ്. സോ ഒരു പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഒരു മാനേജർ ആയിരിക്കണം, നല്ല ലീഡർ ആയിരിക്കണം, സൂപ്പർവിഷൻ ചെയ്യുന്ന ആളായിരിക്കണം, പ്ലാനിങ് ചെയ്യുന്ന ഒരു മേജർ റോൾ ഉണ്ടായിരിക്കും, ഡിസിപ്ലിനറി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആളായിരിക്കണം, ഹ്യൂമൻ റിലേഷൻസിനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആളായിരിക്കണം ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു സ്കൂളില് ടീച്ചറുടെ റോൾ എന്തൊക്കെയാണ്? ആസ് എ ടീച്ചർ, ഒരു ടീച്ചർക്ക് ഒരു സ്കൂളില് എന്തെല്ലാം റോൾ ഉണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എ ടീച്ചർ ഷുഡ് ബി എ സൂപ്പറിൻറ്റൻഡന്റ്, എ ടീച്ചർ ഷുഡ് ബി എ സൂപ്പർവൈസർ, എ ടീച്ചർ ഷുഡ് ബി എ പ്ലാനർ, എ ടീച്ചർ ഷുഡ് ബി എ കൺട്രോളർ. നമ്മുടെ ക്ലാസ് റൂം വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനും റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യേണ്ടതും ആരാണ്? ടീച്ചറാണ്. സോ ടീച്ചർ ഒരു കൺട്രോളർ ആയിരിക്കണം. നമ്മുടെ ലെസൺ പ്ലാൻസിനെ പ്ലാൻ ചെയ്യുന്നതും ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതും കുട്ടികളെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്? ടീച്ചറാണ്. സോ ടീച്ചർ ഷുഡ് ബി എ പ്ലാനർ. നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രസ് നമ്മൾ ചെക്ക് ചെയ്യുന്നതും ക്ലാസ് റൂം ഡിസിപ്ലിൻ ചെക്ക് ചെയ്യുന്നതും ഒക്കെ ആരാണ്? ടീച്ചറാണ്. സോ ടീച്ചർ ഷുഡ് ബി എ സൂപ്പർവൈസർ. ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് ലൈക്ക് ഒരുപാട് എക്സ്ട്രാ ഡ്യൂട്ടീസ് ഉള്ള കാര്യമാണ് അല്ലെ. ഒരു ടീച്ചർക്ക് ഒരിക്കലും ഒരു സിംഗിൾ ഡ്യൂട്ടി മാത്രം ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ആളല്ല. ക്ലാസ് റൂമും സ്കൂൾ ആക്ടിവിറ്റീസും എല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്യേണ്ട ഒരാളാണ് ടീച്ചർ എന്ന് പറയുന്നത്. സോ ടീച്ചർ ഒരു സൂപ്പറിൻറ്റൻഡന്റ് ആയിരിക്കണം. ഓക്കെ, ഇത്രയും ഡ്യൂട്ടീസ് ആണ് ടീച്ചേഴ്സിന്. പിന്നെ ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? നമ്മുടെ കുട്ടികളുടെ ക്യാരക്ടർ ബിൽഡിംഗ്, മോറൽ വാല്യൂസ് പഠിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. നമ്മുടെ ക്ലാസ്സിനെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യുക, കുട്ടികളുടെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക, പിന്നെ കരിക്കുലാർ ആക്ടിവിറ്റീസ് എല്ലാം കണ്ടക്ട് ചെയ്യുക, കുട്ടികൾക്ക് വേണ്ട ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക, അഡ്വൈസ് കൊടുക്കുക, കുട്ടികൾക്ക് നോളേജ് പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ചെയ്യേണ്ടതാണ് അല്ലെ. വേറെ എന്തൊക്കെ ഡ്യൂട്ടീസാണ് ടീച്ചേഴ്സിനുള്ളത്? സ്ലോ ലേണേഴ്സിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക, കുട്ടികൾക്ക് കൗൺസിലിംഗ് സർവീസ് ഒക്കെ ഓഫർ ചെയ്യുക, പിന്നെ നല്ലൊരു പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് ക്ലാസ് റൂംസിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കണം.
സ്കൂൾ അവേഴ്സ് കഴിഞ്ഞാലും കുട്ടികളെ കെയർ ചെയ്യുന്ന ഒരാളാണ് ടീച്ചർ എന്ന് പറയുന്നത് അല്ലെ. സോ ഇത്രയും ഡ്യൂട്ടീസ് ആണ് ടീച്ചേഴ്സിന് ചെയ്യാനുള്ളത് കേട്ടോ. സോ ഈ ഒരു പാഠത്തിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളാണ്. ഒന്ന് സ്കൂൾ കോംപ്ലക്സ്, അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാം അറിഞ്ഞിരിക്കണം. റോൾ ഓഫ് ഹെഡ് മാസ്റ്റർ, റോൾ ഓഫ് ടീച്ചർ, പിന്നെ വാട്ട് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്, അതിന്റെ ഡെഫിനിഷൻ, ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തായാലും പഠിച്ചിരിക്കുക. കാരണം എസ്സേ ചോദിക്കുമ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങളെങ്കിലും എഴുതാൻ വേണ്ടി സാധിക്കണം. Okay, coming to the last and final topic of this paper, financing education in India. ഇന്ത്യയിലെ എഡ്യൂക്കേഷനെ ഏറ്റവും കൂടുതൽ ഫിനാൻസ് ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് ഇറക്കുന്നത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. സോ ഫസ്റ്റ് വൺ ഇസ് മെക്കാനിസം ഓഫ് ഫിനാൻസിങ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആരാണ് എഡ്യൂക്കേഷന് വേണ്ടി ഫിനാൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പണം ഇറക്കുന്നത്? രണ്ട് ഉത്തരേ ഉള്ളൂ അതില്, സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെ. പിന്നെ ഇതിൽ പുറമെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള നമുക്കറിയാം ഇന്റർനാഷണൽ ഏജൻസീസ്, യുനെസ്കോ, UNDP, വേൾഡ് ബാങ്ക്, ഇവരൊക്കെ വേറൊരു വിഭാഗമാണ്. സോ പ്രധാനമായിട്ട് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ആണ് ഇന്ത്യയിൽ എഡ്യൂക്കേഷന് വേണ്ടി ഫിനാൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ സോഴ്സ് ആണുള്ളത് നമുക്കറിയാം. ഗവൺമെന്റ് ഫണ്ട്, പബ്ലിക് ഫീസ്, സ്റ്റുഡന്റ് ലോൺ, പിന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരുപാട് എയ്ഡ്സും കാര്യങ്ങളൊക്കെയാണ് സോഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഗ്രാൻസും നമ്മൾ പറഞ്ഞു, പലതരത്തിലുള്ള ഗ്രാൻസ് ഉണ്ട്. റിക്കറിംഗ് ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റെഗുലർ ആയിട്ടുള്ള എക്സ്പെൻസസ് അല്ലെ. ഇപ്പൊ സാലറി, മെയിൻ്റെനൻസ്, ഇതൊക്കെ നമുക്ക് റെഗുലർ ആയിട്ട് അടയ്ക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതാണ് റിക്കറിംഗ് ഗ്രാൻസ് എന്ന് പറഞ്ഞാല്. നോൺ റിക്കറിംഗ് ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ അതൊരു വൺ ടൈം പേയ്മെന്റ് ആണ്. ഇപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൺ ടൈം ഇറക്കുന്ന പൈസയാണ്, അല്ലെങ്കിൽ വൺ ടൈം ആയിട്ടുള്ള ഒരു ആവശ്യമാണ് നോൺ റിക്കറിംഗ് ഗ്രാന്റ്. റിക്കറിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ് റിക്കറിംഗ് ഗ്രാന്റ് പറയുന്നത് കേട്ടോ. ഇനി കമ്മിങ് ടു ദ ഓക്കെ, റോൾ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഫിനാൻസിങ് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള വൺ ഓഫ് ദ ആളാണ് ആര്? സെൻട്രൽ ഗവൺമെന്റ്. സോ സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്കറിയാം IIT, IIM, സെൻട്രൽ യൂണിവേഴ്സിറ്റി, UGC, NCERT, ഇവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇറക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ് കേട്ടോ. പിന്നെ പ്രൊമോട്ട്സ് എഡ്യൂക്കേഷൻ അക്രോസ് ദ കൺട്രി. ഇനി നമ്മുടെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊണ്ടുവരാനും ഒരു സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാനും ആവശ്യമായിട്ടുള്ള ഫണ്ട് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ദെൻ പ്രൊവൈഡ്സ് ഗ്രാന്റ്സ് ടു ദ സ്റ്റേറ്റ്സ്. സ്റ്റേറ്റിന് നമുക്ക് പറയാം സെൻട്രൽ ഗവൺമെന്റ് ആണ് സ്റ്റേറ്റിന്, ഓരോ സ്റ്റേറ്റിനും അവരുടെ എഡ്യൂക്കേഷൻ റൺ ചെയ്ത് കൊണ്ടുപോകാനുള്ള പലതരത്തിലുള്ള ഗ്രാന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള റൂറൽ ഏരിയാസിനെ നന്നായിട്ട് സെൻട്രൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇനി വാട്ട് ആർ ദ റോൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോൾ എന്ന് പറഞ്ഞാൽ തന്റെ സ്റ്റേറ്റിന്റെ അകത്തുള്ള സ്കൂൾസ് ആൻഡ് കോളേജസിനെ റൺ ചെയ്യേണ്ടത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അപ്പൊ അതിൽ തന്നെ അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാല് ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക, അവരുടെ സാലറീസ് പ്രൊവൈഡ് ചെയ്യുക, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുക, പിന്നെ ആ ഒരു എഡ്യൂക്കേഷന്റെ ബാക്കി എല്ലാ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യേണ്ടത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ആ ഒരു സ്റ്റേറ്റിന്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, കമ്മിങ് ടു ദ സോഴ്സസ് ഓഫ് ഇൻകം ഫോർ ഫിനാൻസിങ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന് ഫണ്ട് ഇറക്കാൻ വേണ്ടി എവിടുന്നാണ് ഈ സോഴ്സ് വരുന്നത്? പ്രധാനമായിട്ടും ഇന്ത്യയിൽ മൾട്ടിപ്പിൾ സോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. അതിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഇന്റേണൽ സോഴ്സ്. ഇന്ത്യയില് നമ്മുടെ കൺട്രീന്റെ അകത്ത് തന്നെ വെച്ചിട്ടാണ് ഒരുപാട് സോഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ കോൺട്രിബ്യൂഷൻസ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് ഫണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലൈക്ക് പബ്ലിക് സോഴ്സ് എന്ന് പറഞ്ഞാല് അതിൽ വരുന്നതാണ് സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന ഫണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ്, പിന്നെ ലോക്കൽ ബോഡീസ് ആയിട്ടുള്ള മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ഡിസ്ട്രിക്ട്, ഇവരൊക്കെ നൽകുന്ന ഫണ്ട്സ് ഒക്കെയാണ് പബ്ലിക് സോഴ്സ് ആയിട്ട് വരുന്നത്. പ്രൈവറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അല്ലെ. നമുക്ക് എന്തെങ്കിലും ട്രസ്റ്റ് കൊടുക്കുന്ന ഫണ്ട്, ഡൊണേഷൻസ് ആയിട്ട് വാങ്ങുന്നത്, കുട്ടികളുടെ ഫീസ്, ഇതൊക്കെ നമുക്ക് പ്രൈവറ്റ് സോഴ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ
നമ്മൾ പറഞ്ഞു, എക്സ്റ്റേണൽ സോഴ്സ് പറഞ്ഞു, പ്രൈവറ്റ് പബ്ലിക്, ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ അവിടെ പറയാനുള്ളത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ റോള്. സെൻട്രൽ ഗവൺമെന്റ് പ്രധാനമായിട്ടും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്കിൽഡ് പീപ്പിളിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താണ് ഒരുപാട് ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊണ്ടുവരാ, ക്വാണ്ടിറ്റി എഡ്യൂക്കേഷൻ കൊണ്ടുവരാ എന്നുള്ളതാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രധാനമായിട്ടുള്ള ടാർഗറ്റ്. പിന്നെ ബാക്ക്വേർഡ് സ്റ്റേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാനും റിസോഴ്സസ് അവൈലബിൾ ആക്കി കൊടുക്കാനൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റ് എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അല്ലെ, എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ അവൈലബിൾ ആക്കി കൊടുക്കുക, എല്ലാ കുട്ടികൾക്കും ഈക്വൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് സെൻട്രൽ ഫണ്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കമ്മിങ് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് റോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റേറ്റിന്റെ അണ്ടറിലുള്ള എല്ലാ സ്കൂളുകളും കോളേജസും യൂണിവേഴ്സിറ്റീസും ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. ഇവിടെ ഓൾറെഡി ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്താ പറയാ, ഒരു ലോ ഓൾറെഡി ഉണ്ട്. ദാറ്റ് ഈസ് അവരുടെ ഇൻകത്തിന്റെ 7% എങ്കിലും അറ്റ്ലീസ്റ്റ് ഓരോ സംസ്ഥാനങ്ങളും എഡ്യൂക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് കമ്മീഷൻ ഓൾറെഡി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ യാഥാർത്ഥ്യത്തിൽ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അബൌട്ട് 4 to 5% മാത്രമാണ് പല സംസ്ഥാനങ്ങളും എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിലും താഴെ മാത്രമാണ് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ ഒരു കണക്ക് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി പിന്നെ നമ്മൾ പറഞ്ഞു സാലറി, സ്കൂളുകൾ ബിൽഡ് ചെയ്യുക, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, ഇതൊക്കെ നമുക്കറിയാം. നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ്, അല്ലെ. കോളേജസിന്റെ എല്ലാം കാര്യങ്ങളും നോക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, പിന്നെ അതിൽ പറയാനുള്ളത്, ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇന്റർനാഷണൽ ഏജൻസീസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. യുനെസ്കോ, യൂണിസെഫ്, വേൾഡ് ബാങ്ക്, UNDP, ഇതില് ഏതെങ്കിലും ഒന്നോ രണ്ടോ എന്തായാലും ചോദിക്കും. സോ വാട്ട് ഇസ് ദ റോൾ ഓഫ് യുനെസ്കോ? യുനെസ്കോന്റെ റോൾ എന്താണ്? ഒരു സ്ട്രോങ് എഡ്യൂക്കേഷണൽ പോളിസി കൊണ്ടുവരിക, അല്ലെങ്കിൽ സ്ട്രോങ് എഡ്യൂക്കേഷണൽ സ്ട്രാറ്റജി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു യുനെസ്കോന്റെ റോൾ കേട്ടോ. നമുക്കറിയാം, അക്കോർഡിംഗ് ടു SDG 4 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 4 പ്രകാരം എന്തായിരുന്നു? എല്ലാ കുട്ടികൾക്കും ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. എന്താ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? ചൈൽഡ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അല്ലെ, ബുദ്ധിമാന്ദ്യമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള കുട്ടികളെ എല്ലാവരെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള എഡ്യൂക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് യുനെസ്കോന്റെ പ്രധാനമായിട്ടുള്ള ഒരു റോള്. പിന്നെ ഇനിക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുക, എഡ്യൂക്കേഷൻ എല്ലാവർക്കും അവൈലബിൾ ആക്കി കൊടുക്കുക, ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യുനെസ്കോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ടാണ് യുനെസ്കോ റൺ ചെയ്യുന്നുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഇസ് കമ്മിങ് ടു യൂണിസെഫ്. യൂണിസെഫിന്റെ ഒരു റോൾ എന്ന് പറഞ്ഞാല് investing in children improves their lives and also benefits the community and economy. Spending on education improves health, income and helps societies become stronger and wealthier. അതായത് നമുക്കറിയാം, ഗവൺമെന്റ്സിന്റെ ഒരുപാട് ഗ്രാൻഡും കാര്യങ്ങളും ഒക്കെ ഗവൺമെന്റ് നൽകുന്നുണ്ടെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് ആവശ്യമുള്ള കരങ്ങളിൽ എത്തുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു പ്രോബ്ലം. സോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് യൂണിസെഫ് എന്ന് പറയുന്നത്. ലൈക്ക് ഫണ്ട് ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തിക്കാനും അത് റൈറ്റ് ചിൽഡ്രന്റെ കയ്യിൽ റീച്ച് ചെയ്യാനും യൂണിസെഫ് എപ്പോഴും ഗവൺമെന്റിനെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് ടെക്നിക്സ് കൊണ്ടുവരാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ ആയിരുന്നു യൂണിസെഫ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആ ഒരു പ്രോബ്ലത്തിൽ നിന്നും ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുക, റൈറ്റ് പേഴ്സന്റെ കയ്യിൽ റൈറ്റ് എമൗണ്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു യൂണിസെഫ് ഏറ്റവും കൂടുതൽ എയിം ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം കേട്ടോ. നെക്സ്റ്റ് ഇസ് കമ്മിങ് ടു വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് വളരെ നന്നായിട്ട് എഡ്യൂക്കേഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. ലൈക്ക് ഏകദേശം 90 കൺട്രീസിലോളം വേൾഡ് ബാങ്ക് എന്താണ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊണ്ടുവരാനും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാനും ബൈ 2030 ലൈഫ് ലോങ് ലേണിംഗ് കൊണ്ടുവരാനും വേൾഡ് ബാങ്ക് വളരെ നന്നായിട്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ലോങ് ടേം സപ്പോർട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ IDA
ഇതൊക്കെ വേൾഡ് ബാങ്കിന്റെ ഒരു സപ്പാർട്ടാണ് കേട്ടോ. ലൈക്ക് ഒരു പുവർ ഇൻകം കൺട്രീസിൽ അല്ലെങ്കിൽ മിഡിൽ ഇൻകം കൺട്രീസിലൊക്കെ പോവർട്ടി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊണ്ടുവരാനാണ് ഇങ്ങനെയുള്ള അസോസിയേഷൻസ് എല്ലാം വേൾഡ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ അത്രയാണ് വേൾഡ് ബാങ്കിന്റെ കാര്യം. സ്റ്റാർസ് പ്രോഗ്രാം എന്താണ്? എഡ്യൂക്കേഷണൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും ലൈക്ക് എസ്പെഷ്യലി ഹിമാചൽ പ്രദേശ്, കേരള, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ഇങ്ങനെയുള്ള സ്റ്റേറ്റ്സിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർസ് പ്രോഗ്രാം, സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് വേൾഡ് ബാങ്കും ഇന്ത്യൻ ഗവൺമെന്റും കൂടി കൊണ്ടുവന്നത്. ഇത് ഏകദേശം 250 മില്യൺ കുട്ടികളെയാണ് ഇത് സഹായിച്ചത്. 1.5 മില്യൺ സ്കൂൾസ് അല്ലെങ്കിൽ ഓവർ 10 മില്യൺ ടീച്ചേഴ്സിലായിരുന്നു ഇങ്ങനെയുള്ള സ്റ്റാർസ് പ്രോഗ്രാം എത്തിക്കാൻ വേണ്ടിയിട്ട് വേൾഡ് ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. കമ്മിങ് ടു ദ റോൾ ഓഫ് ഇനി UNDPയുടെ റോള്. UNDP വളരെ ഇമ്പോർട്ടന്റ് ആണ്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇത് പ്രധാനമായിട്ടും പോവർട്ടി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കൺട്രീസിനെയും ഹെൽപ്പ് ചെയ്യാനാണ് UNDP പോലെയുള്ള പ്രോഗ്രാം കൊണ്ടുവന്നത്. അതായത് ആ ഒരു കൺട്രിക്ക് ഇക്കോണമിക്കലി ഗ്രോ ചെയ്യാനും ഹ്യൂമൻ ഡെവലപ്മെന്റിനെ ഇംപ്രൂവ് ചെയ്യാനും ഇനിക്വാളിറ്റിനെ തുടച്ചു നീക്കാനൊക്കെയാണ് UNDP വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈക്ക് പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന കൺട്രീസിനെ അവരുടെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കാൻ വേണ്ടി അവരെ സെൽഫ് സഫിഷ്യന്റ് ആക്കാനും പ്രോസ്പെറസ് ആക്കാനും ഒക്കെയാണ് UNDP എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോജക്ട്സ് കൊണ്ടുവരാനും ഇൻവെസ്റ്റ്മെന്റ്സിനെ അട്രാക്ട് ചെയ്യാനൊക്കെ ആയിരുന്നു UNDP ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, then one second, coming to the ഫണ്ടിങ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇന്ത്യയിൽ ഫണ്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, പിന്നെ ലോക്കൽ ഗവൺമെന്റ്. ക്വാസി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർഷ്യലി ഗവൺമെന്റ് അല്ലെ. അപ്പൊ ഒരു പാർഷ്യൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കില്ല. പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, സ്റ്റുഡൻസ് ആൻഡ് ഫാമിലീസ് ഒക്കെയാണ് അവരുടെ ഫീസ്, ഡൊണേഷൻ, എക്സ്പെൻസസ് ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ റൺ ചെയ്തു പോകുന്നത്. പിന്നെ നമുക്കറിയാം ഫണ്ടിങ്, ഇൻഡിവിജ്വൽ ഫണ്ടിങ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫീസ് അല്ലെങ്കിൽ ഡൊണേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, മെറ്റീരിയൽസ് വാങ്ങാനുള്ള അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഹെൽപ്പിംഗ് ഇൻ സ്കൂൾ കൺസ്ട്രക്ഷൻ ഓർ ഡെവലപ്മെന്റ്, സ്കൂളിന്റെ കൺസ്ട്രക്ഷനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്സ് ഒക്കെ നമുക്ക് പല ട്രസ്റ്റുകളും ഇൻഡിവിജ്വൽസ് സപ്പോർട്ട് ചെയ്യാറില്ലേ, അതൊക്കെയാണ് ഇൻഡിവിജ്വൽ ഡൊണേഷൻസ്. പിന്നെ എൻഡോൺമെന്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞാല് ലൈക്ക് ഒരു ഇറ്റ് ഈസ് എ ഡൊണേഷൻ ഓഫ് മണി ഓർ പ്രോപ്പർട്ടി ടു എൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു സ്ഥാപനത്തിന് എന്തെങ്കിലും ഒരു തരത്തിലൊരു ഡൊണേഷൻ നൽകുന്നതിനെയാണ് എൻഡോൺമെന്റ് ഫണ്ട് എന്ന് പറയുക. അത് പ്രോപ്പർലി ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ ആയിരിക്കും അത് ഉണ്ടാവുക. ലേറ്റർ അതിൽ നിന്ന് എന്താണ് ഇൻകം ഏൺ ചെയ്യുകയും അത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാവിയിലുള്ള നടത്തിപ്പിന് സപ്പോർട്ട് ചെയ്യുകയൊക്കെയാണ് ചെയ്യുക. പിന്നെ കുട്ടികളുടെ ഫീസ് അല്ലെ, പ്രൈവറ്റ് സ്ഥാപനമാണെങ്കിൽ നമുക്കറിയാം ഫീസ് നൽകേണ്ടി വരും. അഡ്മിഷൻ ഫീ, എക്സാം ഫീ, സ്പെഷ്യൽ ആക്ടിവിറ്റി ഫീ, ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞ ഒരുപാട് ഫീസ് നമ്മൾ ഈടാക്കാറുണ്ട്. പിന്നെ എഡ്യൂക്കേഷണൽ ലോൺസ് അവൈലബിൾ ആണ് അല്ലെ. നമ്മുടെ കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലോണുകളെല്ലാം ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുവഴി നല്ല എഡ്യൂക്കേഷൻ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ഒരു 5th ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് റോൾ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, റോൾ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്, പിന്നെ സോഴ്സ് ഓഫ് ഇൻകം, എവിടുന്നൊക്കെയാണ് ഇൻകം വരുന്നത്, വേൾഡ് ബാങ്കിന്റെ ഇമ്പോർട്ടൻസ്, റോൾ ഓഫ് യുനെസ്കോ, റോൾ ഓഫ് യൂണിസെഫ്, പിന്നെ ഇന്ത്യയിൽ ഫണ്ടിങ് എങ്ങനെയൊക്കെയാണ് എഡ്യൂക്കേഷനിൽ, ആരൊക്കെയാണ് ഫണ്ട് ചെയ്യുന്നത്, പിന്നെ ഇൻഡിവിജ്വൽ ആണ്, പ്രൈവറ്റ് ആയിട്ടുള്ള, പബ്ലിക് ആയിട്ടുള്ള അങ്ങനത്തെ ഫണ്ടിങ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനും ആണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഈ ഡിസ്കസ് ചെയ്തത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ്. നിങ്ങൾ ബാക്കി കാര്യങ്ങൾ തീരെ നോക്കണ്ട എന്നുള്ളതല്ല, ജസ്റ്റ് എല്ലാ കാര്യത്തിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. പക്ഷെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും വിടാതെ തന്നെ പഠിച്ചുകൊണ്ട് തന്നെ എക്സാമിന് പോവുക. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു റിവിഷൻ സെഷനിൽ ത്രൂ ഔട്ട് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഐ ഹോപ്പ് ദി സെഷൻ വാസ് ക്ലിയർ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സ്കൂൾ മാനേജ്മെന്റ് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഒരു പേപ്പറാണ്. നമുക്ക് കൺസെപ്റ്റ്സ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി എടുക്കാനും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരുപാട് പോയിന്റ്സും എഴുതാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. അപ്പോ
നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ട് തന്നെ പഠിക്കുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കൊടുക്കുക. ബാക്കിയുള്ള ടോപ്പിക്സും ജസ്റ്റ് വായിക്കാതെ എന്തായാലും പോകരുത്, വായിച്ചുകൊണ്ട് തന്നെ പോവുക. സോ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ക്ലിയർ. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. താങ്ക് യു സോ മച്ച്. ഇനി എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട്. എനിക്ക് മെസ്സേജ് ചെയ്യാം. ടോപ്പിക് ജസ്റ്റ് ഒരു PDF-ന്റെ ഒരു ഫോട്ടോയോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസോ എന്ത് വേണമെങ്കിലും ചോദിക്കുക. എക്സാംസ് വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സോ ചോദിക്കാൻ ഒരു മടിയും കാണിക്കേണ്ട. നമ്മുടെ സപ്പോർട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. സോ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.